Hello everyone, welcome back to a new session. So in this new session we will be discussing the chapter molecular basis of inheritance. And without any further delay, we can move on to the chapter. So ഈ ഒരു ചാപ്റ്ററും നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. നമ്മൾ ജനറ്റിക്സ് ഒക്കെ പഠിച്ചു വന്ന കുട്ടികളാണ്. സോ നമുക്കറിയാം വാട്ട് ഈസ് ഇൻഹെറിറ്റൻസ് എന്താ എന്നുള്ളത് നമുക്കറിയാം. സോ ഇനി അതിൻ്റെ മോളിക്കുലർ ബേസിസും കൂടി ഒന്ന് പഠിച്ചാൽ മതി അല്ലേ. ഇൻഹെറിറ്റൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. സോ ഇനി അതിൻ്റെ മോളിക്കുലർ ബേസിസ് എന്താണ്? ഇറ്റ്സ് നത്തിങ് ബട്ട് അതിൻ്റെ എന്തായിരിക്കും നമ്മുടെ ജനറ്റിക് മെറ്റീരിയലുമായിട്ടുള്ള ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. നിങ്ങൾ ചെറുപ്പം മുതലേ മീൻസ് നിങ്ങൾ സയൻസ് സബ്ജക്റ്റ് പഠിച്ച് ഒരു ലെവൽ എത്താൻ തുടങ്ങിയത് മുതൽ നിങ്ങൾ കേൾക്കുന്ന 3 ലെറ്റേഴ്സാണ് DNA ആൻഡ് ഓൾസോ RNA. DNA RNA ആർക്കും അറിയാത്തല്ലേ? DNA RNA ഇവരെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ചാപ്റ്ററാണ് ഇത്. സോ നമുക്ക് പോയാലോ. എന്താണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ? അതാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജനറ്റിക് മെറ്റീരിയൽ എന്താണ്? DNA ഉണ്ട്, RNA ഉണ്ട്. ആൻഡ് അതിലേതാണ് നമ്മളെ ജനറ്റിക് മെറ്റീരിയൽ? ഓഫ് കോഴ്സ് ഇവരെ എവിടെയാണ് കാണാൻ പറ്റുക നമുക്ക്? സെല്ലിനുള്ളിൽ, ന്യൂക്ലിയസിനുള്ളിൽ ആണ്, അതായത് ക്രോമസോമിൻ്റെ ഉള്ളിൽ. ക്രോമസോം എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്? DNA ചുറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത്. സോ നമുക്കറിയാം നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ആണ് ഇവർ കാണുന്നത്. ഇവർ നല്ല സേഫ് ആയിട്ട് ഇരിക്കുന്നത് അതിനുള്ളിലാണ്. ആ സെല്ലിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ DNA ആണോ RNA ആണോ ഇങ്ങനെയുള്ള കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. DNA RNA പോട്ടെ, പ്രോട്ടീൻ ആണോ, കാർബോഹൈഡ്രേറ്റ് ആണോ, ലിപ്പിഡ് ആണോ, ഇതിലേതാ ഈ നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ എന്നുള്ളത് പണ്ട് കാലത്ത് അറിയില്ല. നമുക്ക് ഇപ്പോഴും അവരൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് നമുക്കിപ്പോൾ സിമ്പിളാണ്. പക്ഷേ നമുക്ക് ആദ്യം ഒന്നും പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ലിപ്പിഡ് ആണോ, കാർബോഹൈഡ്രേറ്റ് ആണോ ജനറ്റിക് മെറ്റീരിയൽ, അല്ലെങ്കിൽ DNA ആണോ RNA ആണോ ഒന്നും അറിഞ്ഞുകൂടാ. അപ്പം ഒരു ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയാൻ വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അവരെ എങ്ങനെ നമുക്ക് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് അംഗീകരിക്കാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. സോ ആൻഡ് വി നോ ജനറ്റിക് മെറ്റീരിയൽ ഇസ് DNA. DNAന്റെ ഫുൾ ഫോം എന്താ മക്കളെ? DNA deoxyribonucleic acid. ഓഫ് കോഴ്സ് വി നോ deoxyribonucleic acid അല്ലേ. ഇനി ന്യൂക്ലിക് ആസിഡ്സ് നമ്മൾ പഠിക്കുന്ന നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ന്യൂക്ലിക് ആസിഡ്സ് ഏതൊക്കെയാണ്? deoxyribonucleic acid ആൻഡ് ribonucleic acid ഓർ വി കോൾ RNA അല്ലേ. ഇവരെ എന്തുകൊണ്ട് ന്യൂക്ലിക് ആസിഡ് എന്ന് വിളിക്കുന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണേ. സോ deoxyribonucleic acid ആൻഡ് ribonucleic acid. ആദ്യം ആരെ പറ്റി പഠിക്കണം? DNA. ഓഫ് കോഴ്സ് DNA. സോ ദ DNAനെ പറ്റി പഠിക്കുമ്പോൾ ആദ്യം DNA ഇസ് എ ലോങ് പോളിമർ ഓഫ് deoxyribonucleotides. നോക്കണേ, deoxyribonucleotides. സോ DNA എന്ന് പറയുന്നത് പോളിമർ ആണ്, ലോങ് പോളിമർ ആണ്. വാട്ട് യു മീൻ ബൈ പോളിമർ? മോണോമേഴ്സ് ചേർത്ത് ഉണ്ടാക്കുന്നതാണ് പോളിമർ. അതായത് ഒരു മാല, ഒരു മുത്തുമാലയില്ലേ മക്കളെ, സ്വർണത്തിൻ്റെ ഒന്നല്ല, മുത്ത് കൊണ്ടുള്ള മാല. സോ ഒരു മുത്തുമാല എടുത്താൽ അതൊരു പോളിമർ ആണ്. അപ്പം അതിൻ്റെ മോണോമേഴ്സ് ഏതൊക്കെയാണ്? ആ മുത്തുകളാണ്. ആ മുത്ത് ഓരോന്ന് കോർത്തല്ലേ പോളിമർ ഉണ്ടായത്. സോ DNAയും അങ്ങനെയാണ്, ഒരു പോളിമർ ആണ്. DNAന്റെ മോണോമേഴ്സ് ഏതൊക്കെയാണ്? ആ മുത്തുകൾ ഏതൊക്കെയാണ്? ന്യൂക്ലിയോടൈഡ്സ് ചേർത്ത് വെച്ചാൽ ഏതാണ്? ന്യൂക്ലിക് ആസിഡ് ഉണ്ടാവും. ഓക്കെ, ന്യൂക്ലിയോടൈഡ്സ് ചേർത്ത് വെച്ചാൽ ന്യൂക്ലിക് ആസിഡ് ഉണ്ടാവും. ആൻഡ് RNAയും അപ്പോൾ ഒരു പോളിമർ ആയിരിക്കും. RNAന്റെ മോണോമർ ആരായിരിക്കും? റൈബോന്യൂക്ലിയോടൈഡ്സ്. ഇവിടെ deoxyribonucleotide, അവിടെ ribonucleotide. അതെന്തുകൊണ്ടാണ് പറയുന്നത് നമുക്ക് നോക്കട്ടോ. ഓക്കെ, ദ ലെങ്ത് ഓഫ് DNA ഇസ് യൂഷ്വലി ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. DNAയുടെ ലെങ്ത് എങ്ങനെയാണ്? മാലയുടെ ലെങ്ത് എങ്ങനെയാണ് നോക്കുക? എത്ര മുത്തുണ്ട്? 100 മുത്ത് കോർത്തിട്ടുള്ളൊരു മാല ഇത്രയാണെങ്കിൽ 1000 മുത്ത് കോർത്തിട്ടുള്ളൊരു മാല അവിടെ ഉണ്ടാവും അല്ലേ? വലിപ്പം കൂടുതലല്ലേ? അതുപോലെ മോണോമറിന്റെ എണ്ണത്തിനനുസരിച്ച്, അതായത് ന്യൂക്ലിയോടൈഡ്സിന്റെ എണ്ണത്തിനനുസരിച്ച് DNAയുടെ ലെങ്ത്തും മാറും. ഓക്കെ, ആൻഡ് എ ന്യൂക്ലിയോടൈഡ് ഹാസ് 3 കോമ്പണൻസ്. ഇനി ഈ DNAയുടെ സ്ട്രക്ചറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. DNAയുടെ RNAന്റെയും നമ്മൾ ടുഗെദർ നമ്മൾ ഒരുമിച്ച് പഠിക്കും, സൈഡ് കൂടി. ഓക്കെ, സോ എന്തൊക്കെയാണ് കോമ്പണൻസ് ഏതൊക്കെയാന്ന് നോക്കിക്കേ. നൈട്രോജീനിയസ് ബേസ്, ഒരു നൈട്രജൻ ബേസ് വേണം. ഓക്കെ, അഡെനിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ 1 4 അല്ലെ നമുക്കറിയാം, ഇൻക്ലൂഡിങ് യുറാസിൽ. ഓക്കെ, സോ അഡെനിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ നൈട്രോജീനിയസ് ബേസ് വേണം.
പെൻഡോസ് ഷുഗർ. പെൻഡോസ് ഷുഗർ. വാട്ട് ഡു യു മീൻ ബൈ പെൻഡോസ്? പെൻഡോസ് എന്ന് പറഞ്ഞാൽ എന്താ? പെന്റഗൺ. ആൻഡ് യു നോ പെന്റഗൺ. വാട്ട് ഇസ് പെന്റഗൺ? 5 സൈഡ്സ് ഉള്ള ജോമെട്രിക്കൽ സ്ട്രക്ചർ ആണ് നമ്മൾ പെന്റഗൺ എന്ന് പറയാം അല്ലേ? അപ്പം പെൻഡോസ് ഷുഗർ എന്ന് പറയുമ്പോൾ പെൻറ്റ എന്ന് പറയുന്നത് 5 എന്നുള്ളതിനെ ഡെപിക്ട് ചെയ്യുന്ന. സോ 5 കാർബൺ ഉള്ള ആൾക്കാരാണ് പെൻഡോസ് ഷുഗേഴ്സ്. ഓക്കെ, ഷുഗേഴ്സ് ആർ കണ്ടെയ്നിങ് 5 കാർബൺസ്, 5 കാർബൺ മോളിക്യൂൾ. സോ പെൻഡോസ് ഷുഗർ. അതിൽ ഏതാ പെൻഡോസ് ഷുഗർ? ഇവിടെ നമ്മുടെ റൈബോസ് ആണ്. അതിൽ DNA ഡിയോക്സി റൈബോസ് ആണ്, RNA വെറും റൈബോസ്. റൈബോസ് ഷുഗർ എങ്ങനെയാ അറിയോ മക്കളെ? ഇതാ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു 5 സൈഡുള്ള പെന്റഗൺ പോലെ ഇല്ലേ? എന്നിട്ട് ദാ ഇവിടെ OH H H OH H OH പിന്നെ ഒരു CH2OH H. സോ ഇതാണ് നമ്മുടെ റൈബോസ് ഷുഗർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ സ്ട്രക്ചർ ഒന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടൊരു DNA വരയ്ക്കാനേ ഉണ്ടാവുള്ളൂ. സോ ദിസ് ഇസ് എ റൈബോസ് ഷുഗർ. സോ റൈബോസ് ഇൻ കേസ് ഓഫ് RNA ആൻഡ് ഡിയോക്സി റൈബോസ്. ഇവിടെ ഇത് OH ആണ്, ഓക്സി ആണ്. സോ ഇത് റൈബോസ് ആണ്. ഡിയോക്സി എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഇല്ല. ഓക്സിജൻ ഇല്ല. എവിടെ ഓക്സിജൻ ഇല്ല? എല്ലായിടത്തും അല്ല, ഇവിടെ മാത്രം ഓക്സിജൻ ഇല്ല. ഇതാണ് ഫസ്റ്റ് കാർബൺ. So this is the first carbon, this is the second carbon, this is the third carbon, fourth carbon and fifth carbon. 5 കാർബൺ ആയില്ലേ മക്കളെ? പെൻഡോസ് ഷുഗർ ആയില്ലേ? പെൻഡോസ് ഷുഗർ ആയി, 5 കാർബൺ ആയി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ അവിടെ ആ ചിത്രത്തിന്റെ ഇടയിൽ? പ്രശ്നമില്ലല്ലോ അല്ലേ? സോ അതില് ഈ രണ്ടാമത്തെ കാർബൺ ഇല്ലേ, ഈ രണ്ടാമത്തെ കാർബണിന് ഈ ഓക്സിജൻ ഇല്ല. അത്രേ ഉള്ളൂ ഡിയോക്സി റൈബോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഓക്സിജൻ ഇല്ല, H മാത്രമേ ഉണ്ടാവുള്ളൂ. സിമ്പിൾ. അത്ര വ്യത്യാസം കൊണ്ട് ആള് തന്നെ മാറിപ്പോയി. റൈബോസ് ഷുഗറിൽ നിന്നും ഡിയോക്സി റൈബോസ് ആയി, ഡിയോക്സി റൈബോസ് ഫോർ DNA. ഓക്കെ, ആൻഡ് ദ തേർഡ് കോമ്പണന്റ് ഇസ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് നമ്മൾ വെറും P എന്ന് എഴുതും. ആക്ച്വലി ഇതെങ്ങനെയാണ്? P ഡബിൾ ബോണ്ട് OH ഇങ്ങനെയാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാവുക. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് O-, അധികം ഒന്നും ബോധർ ചെയ്യാനില്ല. ഇതാണ് ഫോസ്ഫേറ്റ്, ഇതാണ് റൈബോസ് ഷുഗർ, പെൻഡോസ് ഷുഗർ. ആൻഡ് 2 types of nitrogen bases are there. നൈട്രോജൻ ബേസസ് നമ്മൾ പറഞ്ഞു അഡനിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ, യുറാസിൽ എന്നൊക്കെ പറഞ്ഞില്ലേ? അതിൽ നമുക്ക് ഇവരെ 2 ടൈപ്പായിട്ട് തിരിക്കാം, 2 കാറ്റഗറീസ് ആയിട്ടാക്കാം. ഏതൊക്കെയാണ്? പ്യൂരിൻസ് ആൻഡ് പിരമിഡിൻസ്. പ്യൂരിൻസും പിരമിഡിൻസും. ഇതിൽ പ്യൂരിൻസ് ആണ് നമ്മൾ അഡനിനും ഗുവാനിനും. പിരമിഡിൻസ് ആണ് സൈറ്റോസിനും തൈമിനും യുറാസിനും. കിട്ടിയോ? നമുക്ക് നോക്കാം. ഓക്കെ, ഏതൊക്കെയാണ്? പ്യൂരിൻസും ഉണ്ട്, പിരമിഡിൻസും ഉണ്ട്. ഓക്കെ, പ്യൂരിൻസ് ആണെങ്കിൽ ഏതൊക്കെയാണ്? അഡനിൻ ജസ്റ്റ് ലെറ്റർ എഴുതട്ടെ, അഡനിനും ഗുവാനിനും. പിരമിഡിൻ ആണെങ്കിലോ സൈറ്റോസിനും തൈമിനും യുറാസിലും. ഇതില് ഈ പറഞ്ഞ യുറാസിൽ എവിടെയാ ഉണ്ടാവുക? യുറാസിൽ RNA-ലും തൈമിൻ DNA-ലും. തൈമിൻ RNA-ലും ഉണ്ടാവോ? ഇല്ല അല്ലേ? നമുക്കറിയാം. ഓക്കെ, സോ പ്യൂരിൻസ് ആൻഡ് പിരമിഡിൻസ് ആർ ദർ. പ്യൂരിൻസ് അഡനിൻ ആൻഡ് ഗുവാനിൻ, ആൻഡ് പിരമിഡിൻസ് യുറാസിൽ, സൈറ്റോസിന്, തൈമിന്. അത്രയേ ഉള്ളൂ. അത് ബേസിക് സ്ട്രക്ചേഴ്സ് ആണ് പറഞ്ഞത്. ആൻഡ് ഇവരുടെ ബോണ്ട് ആദ്യം എങ്ങനെയാണെന്നറിയോ? ഇവർക്ക് ഒരു ബാക്ക് ബോൺ ഉണ്ടാവും. DNA-ക്ക് ആണെങ്കിലും RNA-ക്ക് ആണെങ്കിലും ഒരു ബാക്ക് ബോൺ ഉണ്ട്. ഇവര് ചുറ്റുകോണിയുടെ ഷേപ്പ് ആണെന്നുള്ളത് നമുക്കറിയാം. ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ആണ് അല്ലേ? റൈറ്റ് ഹാൻഡഡ് ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ആണ്. റൈറ്റ് ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ വലത്തോട്ടാണ് ആ ഒരു ചുറ്റു പോകുന്നത്. സോ റൈറ്റ് ഹാൻഡഡ് ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ആണ്. അവർക്ക് ഒരു ബാക്ക് ബോൺ ഉണ്ട്. പിന്നെന്താ? ഈ സ്റ്റെപ്പില്ലേ, നമ്മുടെ ഹെലിക്സിന്റെ സ്റ്റെപ്പ് ഇല്ലേ, നമ്മുടെ ചുറ്റുകോമണീന്റെ സ്റ്റെപ്പ് ഇല്ലേ, ആ സ്റ്റെപ്പിന് പകരമായിട്ട് എന്തുണ്ട്? ബേസസിന്റെ ബോണ്ടുകളും ഉണ്ട്. സോ എന്താണ്? ആദ്യം ഒരു ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ വേണം. ഇവിടെയാണ് നമ്മുടെ നൈട്രജൻ ബേസ് ഉണ്ടാവുക. ഇതാണ് നമ്മുടെ ഷുഗർ. ഇവിടെയാണ് നമ്മുടെ ഫോസ്ഫേറ്റ് ഉള്ളത്. കിട്ടിയില്ലേ? ഓക്കെ, ആൻഡ് ഈ ഫോസ്ഫേറ്റ് പോയിട്ട് തൊട്ടടുത്ത ഷുഗറിന്റെ മുകളിൽ അറ്റാച്ച് ചെയ്യും. ഇവിടെ ഉണ്ടാവും ബേസ്. ഇത് തൊട്ടടുത്ത ഫോസ്ഫേറ്റ്. ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുക. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിലോ നിങ്ങളിത് വരയ്ക്കാൻ പഠിച്ചേ പറ്റൂ, നിർബന്ധമാണ്. ഏത് ക്ലാസ് പോയാലും നിങ്ങൾക്ക് ആവശ്യമുണ്ട് DNA-യുടെ RNA-യുടെ സ്ട്രക്ചർ. ഇത് തമ്മിലൊരു ബോണ്ട് ഉണ്ടാവും കേട്ടോ. ഈവൻ
2 ബോണ്ട് ആയിക്കോട്ടെ, നൈട്രജൻ ബേസ് നൈട്രജൻ ബേസ് നൈട്രജൻ ബേസ്, ഷുഗർ ഷുഗർ ഷുഗർ. സോ ഇങ്ങനെയാണ് നമ്മളൊരു ടിപ്പിക്കൽ നമ്മൾ ജസ്റ്റ് 4 ന്യൂക്ലിയോടൈഡ്സ് മാത്രം വരച്ചിട്ട് ഇവരങ്ങോട്ട് ഇവരിങ്ങോട്ട്. ഇനി ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബോണ്ടുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ ആരൊക്കെ ഉണ്ട്? ഫോസ്ഫേറ്റ് ഉണ്ട്, ഒരു പെൻഡോസ് ഷുഗർ ഉണ്ട്, അതിൽ റൈബോസ് ആണ് RNA-യിൽ, ഡിയോക്സി റൈബോസ് ആണ് DNA-യിൽ, നൈട്രജൻ ബേസസ് ഉണ്ട്, 2 ടൈപ്പ് ഓഫ് നൈട്രജൻ ബേസസ് ഉണ്ട്, പ്യൂരിൻസ് ആൻഡ് പിരിമിഡിൻസ്. പ്യൂരിൻസ് അഡനിനും guanine ആണ്, pyrimidines cytosine, thymine and uracil. Uracil is present only in RNA and thymine is present only in DNA. Okay. ഇനി ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ഓരോ വരയില്ലേ, അത് ഓരോ ബോണ്ടുകളെ റെപ്രസെന്റ് ചെയ്യുന്നു. ഏതൊക്കെയാണ് ബോണ്ട് നോക്കാം. ഇത്രയും ചിത്രം കണ്ട് നിങ്ങൾ ആരും ടെൻസ്ഡ് ആവണ്ട. നമുക്ക് ആകെ പഠിക്കാനുള്ളത് ബേസ്. ഇതാണ് നമ്മുടെ ആ ഒരു ബേസ് എന്ന് വിചാരിക്കാം. നൈട്രജൻ ബേസ് ഇതാണ് നമ്മുടെ ഷുഗർ. ജസ്റ്റ് ഇത് മാത്രം നോക്കുക, ഞാൻ ഈ വരയ്ക്കുന്ന മാത്രം നോക്കുക. ആൻഡ് ഇതാണ് നമ്മുടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഞാൻ ആ ഓയിച്ചെന്ന് പറഞ്ഞ് കാണിച്ചില്ലേ, അത്രയേ ഉള്ളൂ. ഇത്രയും മതി. ഇതില് ഈ ബേസ്, നൈട്രജൻ ബേസും ഷുഗറും തമ്മിലുള്ള കണക്ഷനെയാണ് നമ്മൾ ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് പറയുന്നത്. ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഓക്കെ, എന്ത് ബോണ്ട്? ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഇനി ഈ ഒരു ഷുഗറും ഫോസ്ഫേറ്റും തമ്മിലുള്ളതാണ് എസ്റ്റർ ബോണ്ട്. ഇതാണ് എസ്റ്റർ ബോണ്ട്. നിങ്ങൾ പൊതുവെ ഫോസ്ഫോ ഡയസ്റ്റർ എന്നല്ലേ പറയുക. എപ്പോഴാണ് ഫോസ്ഫോ ഡയസ്റ്റർ വരിക? തൊട്ടടുത്തൊരു ഇതാണ് ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട്. ഇതൊരു എസ്റ്റർ ബോണ്ട്, ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട്. ഡൈ എന്ന് പറഞ്ഞാൽ 2 ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഏത് ബോണ്ടാ? ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഇതേതാ? ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട്. ഇനി ഒരു ബോണ്ട് കൂടി ഉണ്ടല്ലോടാ, ഇത് ബാക്ക് ബോണ് വരുന്നത്. പിന്നെ ആ ഒരു എന്താ പറയാ, നമ്മുടെ സ്റ്റെപ്പിലേക്ക് കണക്ട് ആക്കുന്ന, സ്റ്റെപ്പ് പോലെയുള്ള സ്ട്രക്ചേഴ്സ് അവിടേക്ക് കണക്ട് ആക്കുന്ന ബോണ്ട്. ഇനി ഈ ഒരു ലൈനും തമ്മിൽ കണക്ട് ആക്കുന്നതില്ലേ, ഏതാണ്? DNA എന്ന് പറയുന്നത് ഏതാ? 2 സ്റ്റാൻഡേർഡ് അല്ലേ? സിംഗിൾ സ്റ്റാൻഡേർഡ് ആണോ? അല്ല, 2 സ്റ്റാൻഡേർഡ്. RNA-ന്റെ കേസ് വീട്. DNA-ക്ക് ആണെങ്കിൽ 2 സ്റ്റാൻഡേർഡ്, ആന്റി പാരലൽ സ്ട്രാൻഡ്സ് ആണ്. ഒരാൾ ഇങ്ങോട്ടും. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഇവര് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇതാണ് നമ്മുടെ ഹൈഡ്രജൻ ബോണ്ട്. അതില് ശ്രദ്ധിക്കണം, അതില് ഗുവാനിനും സൈറ്റോസിനും തമ്മിൽ 3 ബോണ്ടും അഡനിനും തൈമിനും തമ്മിൽ 2 ബോണ്ടും ആണുള്ളത്. സോ നമുക്കത് നോക്കാം. പിന്നെ സോ ഇത്രയേ ഉള്ളൂ ബോണ്ടിന്റെ കാര്യം. ബേസിക് സ്ട്രക്ചർ ആണ് ഇത്. നിങ്ങളെ ടെക്സ്റ്റിൽ ഇങ്ങനെ വരച്ചേക്കുന്നതാണ്. അത് നിങ്ങൾ ഇങ്ങനെ കുത്തനെയാക്കി വരയ്ക്കാൻ പറ്റുമോ നോക്കാം. പക്ഷെ ഇങ്ങനെ നമ്മൾ യൂഷ്വലി വരയ്ക്കാറില്ല. ഇത് ടെക്സ്റ്റിൽ ഇങ്ങനെ കൊടുത്താണ്. നിങ്ങൾ എക്സാമിന് ഇങ്ങനെ തന്നെ വരയ്ക്കണം എന്നില്ല. നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാം. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ ഇങ്ങനെയല്ലേ വരച്ചു പഠിച്ചത്, ഇങ്ങനെ തന്നെ വരയ്ക്കാം. ഇതില് ഈ കാണിക്കുന്ന CH2 ഇല്ലേ, ഇത് കണ്ട് അധികം ബോധേഡ് ആവണ്ട. ഇതെന്താന്ന് വെച്ചാൽ ഞാൻ കാണിച്ചുതരാം. ഇത് നമ്മൾ നേരത്തെ ഷുഗർ വരച്ചില്ലടാ, ഷുഗർ വരച്ചിട്ട്, അതായത് റൈബോസ് ഷുഗർ വരച്ചപ്പം ഇതിപ്പോൾ RNA-ന്റെ കേസിൽ ഞാൻ വരയ്ക്കട്ടോ. ജസ്റ്റ് CH2OH. ഇവിടെ ഈ OH-ഉം ഈ O-യും ഇവിടെയാണ് ഫോസ്ഫേറ്റിന്റെ ഓയും തമ്മിൽ ബോണ്ട് വരിക. അതുകൊണ്ടാണ് ഇവിടെ ഒരു CH2 വരുന്നത്. ഓക്കെ, അത് കൂടുതൽ സ്ട്രക്ചേഴ്സിലേക്ക് ഒന്നും നിങ്ങൾക്ക് ബയോകെമിസ്ട്രി ഒന്നും പഠിക്കാനേ ഇല്ല. നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. ഓക്കെ, എവിടെ ഒരു ഈ H2 ഇങ്ങനെ എന്തുകൊണ്ട് വന്നു, ഇങ്ങനെ എന്തുകൊണ്ട് വന്നു എന്നുള്ളതിന് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. സോ ഇതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ആലോചിക്കേണ്ട. എന്താ? ആ ബോണ്ടുകള്, പിന്നെ എങ്ങനെയൊക്കെ അറ്റാച്ച്മെന്റ് വരുന്നു, എവിടെ നിന്ന് പോകുന്നു. ആൻഡ് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ റൈബോസ് ഷുഗറിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു മൂലയെന്ന് വരച്ചാൽ പോലെയെന്ന് വെച്ച് ഇവിടെ നിന്നൊന്നും വരയ്ക്കാൻ പോകരുത്. നിങ്ങൾ അങ്ങനെയൊന്നും പോവില്ലല്ലോ, ഇല്ലല്ലോ. ഈ ഓരോ കോർണേഴ്സും ഓരോ കാർബണെയാണ് ഡെപിക്റ്റ് ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് കാർബൺ, ഇതാണ് സെക്കൻഡ് കാർബൺ, ഇതാണ് തേർഡ് കാർബൺ, ഇതാണ് ഫോർത്ത് കാർബൺ, ആൻഡ് ഇവിടെ അറ്റാച്ച് വരുന്നതാണ് 5th കാർബൺ. ഓക്കെ, ആൻഡ് ഇത് കാർബൺ അല്ല, ഇവിടെ ഒരു ഓക്സിജൻ ആണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ hope you understand. Okay, so ഈ സെക്കൻഡ് കാർബണിലാണ് OH-ന്റെ വ്യത്യാസം മാറുന്നത്. ആൻഡ് യെസ്, വരച്ചത് മാറി. ഓക്കെ, ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ, ഫോർത്ത് കാർബൺ, 5th കാർബൺ, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഫോസ്ഫേറ്റ് ഞാൻ ഇവിടെയാണെന്ന് വെച്ചിട്ടാ. ഇവിടെയാണ് ബേസസ് വരുന്നത്. ബേസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് കാർബൺ മുതലാണ്. ഓക്കെ, ഫസ്റ്റ് കാർബൺ ആണ് ബേസിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, നൈട്രജൻ ബേസിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് കാർബൺ ഇവിടെ ആയിരിക്കും OH-ന്റെ വ്യത്യാസം ഉണ്ടാവുക. ആൻഡ് ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദി തേർഡ് കാർബൺ ഈസ് അറ്റാച്ച്ഡ് ടു ദി ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. 3'5' ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ആണ്. 3'5', അതായത് ഇവിടെ 3', ഇവിടെ ഇതിന്റെ 5'. ഇത് 5th കാർബൺ അല്ലേ, ഈ ചെയിനിന്റെ 5th കാർബൺ അല്ലേ ഇത്.
കണ്ടോ, ഇതല്ലേ 5th കാർബൺ. അപ്പം 3' 5' ബോണ്ട്, 3' 5' 3' 5' എന്നും പറയാം, 3' 5' എന്നും പറയാം, 3' 5' എന്നും പറയാം. ഓക്കെ, അപ്പൊ അത്രയുള്ളതിന്റെ ബോണ്ട്. ആൻഡ് ഇനിയുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്. ഷുഗറും നൈട്രജൻ ബേസും തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ, ഷുഗർ പ്ലസ് നൈട്രജൻ ബേസ്, ഫോസ്ഫേറ്റ് ഇല്ല, അതിനെ നമ്മൾ ന്യൂക്ലിയോസൈഡ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ന്യൂക്ലിയോസൈഡ്. ന്യൂക്ലിയോസൈഡ്, സൈഡ് ആണ്, എസ് ആണ്, നോക്കണം. ആൻഡ് ഈ ഷുഗറും നൈട്രജൻ ബേസിന്റെയും കൂടെ, അല്ലെങ്കിൽ സിംപ്ലി ന്യൂക്ലിയോസൈഡിന്റെ കൂടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി വന്നു കഴിഞ്ഞാൽ, ആ ഫോസ്ഫേറ്റും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ആരാണ്? ഒരു മാലമുത്തായി, നമ്മുടെ ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡ്. ഇനി ഈ ടൈഡും സൈഡും മാറിപ്പോരുത്. ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ ഷുഗറും നൈട്രജൻ ബേസും മാത്രമുള്ളപ്പോൾ അവരുടെ കൂടെ ഒരു ഫോസ്ഫേറ്റും കൂടി വന്നാൽ ന്യൂക്ലിയോടൈഡായി. ഓക്കെ, ഇനി നിങ്ങൾ പറഞ്ഞു നോക്കണേ. ഓക്കെ, ഇതെന്താണ്? നൈട്രജൻ ബേസ്, ഷുഗർ. ഇതേതാണ്? ന്യൂക്ലിയോസൈഡ്. ഇപ്പൊ ആരായി? ന്യൂക്ലിയോടൈഡ്. ഇനി ന്യൂക്ലിക് ആസിഡ് എന്താ? ഒരുപാട് ന്യൂക്ലിയോടൈഡ്സ് ചേർന്ന് കഴിഞ്ഞാൽ ന്യൂക്ലിക് ആസിഡ് ആയി. ന്യൂക്ലിക് ആസിഡ് ഇസ് ദ പോളിമർ ഓഫ് the monomer units called nucleotides. Okay, hope you understand. ഇനിയാണ് മക്കളെ കഥ. ആര് കണ്ടുപിടിച്ചു, എങ്ങനെ കണ്ടുപിടിച്ചു, എങ്ങനെയാണ് ഇവരുടെ സ്ട്രക്ചേഴ്സിലേക്ക് എത്തിയത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച്. ആൻഡ് DNA is an acidic substance. Of course we know. ന്യൂക്ലിക് ആസിഡ് എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലെ? ന്യൂക്ലിക് ആസിഡ് എന്നാണ് പറയുന്നത്. അസിഡിക് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, ന്യൂക്ലിക് ആസിഡ്. ഇനി ആ ന്യൂക്ലിക് എന്ന് പറയുന്ന വേർഡ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ന്യൂക്ലിയസിനകത്ത് കാണുന്നത് കൊണ്ട് ഫെഡറിച്ച് മേഷർ ആദ്യമായിട്ട് കണ്ടുപിടിച്ചപ്പോൾ ന്യൂക്ലിയസിനകത്ത് നിന്നും ഐസൊലേറ്റ് ചെയ്തത് കൊണ്ട് ന്യൂക്ലിയൻ എന്ന് പേരിട്ടു. എന്താണ്? ന്യൂക്ലിയൻ. And later nucleic acid എന്ന് പറഞ്ഞു. So DNA is an acidic substance present in the nucleus was first identified by Friedrich Miescher in 1869 and he named it as nuclein. ന്യൂക്ലിയസിൽ നിന്നും കിട്ടിയത് കൊണ്ടാണ് ന്യൂക്ലിയൻ എന്ന് പേരിട്ടത്. ആരാണ്? ഫെഡറിച്ച് മീഷർ. നിങ്ങൾ ഈ സയന്റിസ്റ്റുകളുടെ പേരൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കണേ, നിങ്ങൾക്ക് ലേറ്റർ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഓക്കെ 1869 എന്താ നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവരുടെ പേര് ഏതൊർക്കത്ത് ചോദിച്ചാലും നമ്മൾ പറയൂലേ? ഇല്ലേ? ഉറക്കത്ത് ചോദിച്ചാൽ ചിലപ്പോൾ ഞാനൊക്കെ പറയും, നിങ്ങളും പറയുമല്ലോ അല്ലേ? ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്, അല്ലെ? ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ചേർന്നിട്ടാണ് നമ്മൾ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ കണ്ടുപിടിച്ചിട്ടുള്ളത്. ആൻഡ് ഈ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവർക്ക് മാത്രം ആ ക്രെഡിറ്റ് കൊടുക്കാൻ പാടില്ല. കാരണം എന്താ? ഇവർ കുറേ കാലം പണിയെടുത്തിട്ടാണ് DNA ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ കണ്ടുപിടിച്ചത്. പക്ഷേ ഇവർക്ക് ഒരു വലിയൊരു ഹിന്റ്, ഭയങ്കര വലിയൊരു ക്രൂഷ്യൽ ക്ലൂ കിട്ടിയത് കൊണ്ടാണ് ഇവർ പെട്ടെന്ന് എത്തിയത്. തൊട്ട് പിന്നാലെ എത്താൻ പോകുന്ന ഒരാളാണ് ഈ ക്ലൂ കൊടുത്തത്. ആരാണ്? നമ്മുടെ റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ. ആരാണ്? റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ. ആൻഡ് ഓൾസോ കൂടെ എവിടെ പോയിടാ നമ്മളെ? ഓക്കെ, റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ. പണിയായോ? ഇല്ല. റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ ആൻഡ് മൗറിസ് വിൽക്കിൻസ്, ഇവർ രണ്ടുപേരും കൂടിയാണ് എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി, എക്സ്റേ ഡിഫ്രാക്ഷൻ ഓർ എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി എന്ന് പറയാം. എക്സ്റേ ഡിഫ്രാക്ഷൻ, എക്സ്റേസ് യൂസ് ചെയ്തിട്ട് അതിന്റെ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള ഒരു ഫോട്ടോ നമ്മൾ ഫോട്ടോ 51 എന്നാണ് അതിന് പറയുക. DNA ആദ്യം എടുത്ത ഫോട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോട്ടോ 51 കേട്ടോ. ഓക്കെ, ഈ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ ആദ്യം വിചാരിക്കും ഓക്കെ ഓണത്തിന് പൂക്കൾ ഇടാനൊരു ഡിസൈനിങ്. പക്ഷെ അവരെന്ത് വിചാരിച്ചു? അവര് ഈ DNA ഒരു ചുറ്റുകോണി മാതിരിയുള്ള ഒരു സ്ട്രക്ചർ ഇവിടുന്ന് എങ്ങനെയായിരിക്കില്ലേ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുക, അല്ലേ? നമുക്കൊന്നും കണ്ടിട്ടൊന്നും തോന്നുന്നില്ലല്ലോ, പക്ഷെ അവർക്ക് തോന്നി, അങ്ങനെ അവർ കണ്ടുപിടിച്ചു. സോ ഇതാണ് ആ ഫോട്ടോ 51 ആണ് പറയുന്നത്. ഫോട്ടോ 51 എന്ന് പറയുന്ന ഫേമസ് ഫോട്ടോ ആണ് ഇത്. ഇതാണ് DNA ആ ഒരു എക്സ്റേ ഇമേജ്. ഇത് വെച്ചിട്ടാണ് നമ്മുടെ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും DNA ഡബിൾ ഹെലിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദേ പ്രൊപ്പോസ്ഡ് വെരി സിമ്പിൾ ബട്ട് ഫേമസ് ഡബിൾ ഹെലിക്സ് മോഡൽ. ഏതാണ്? ഡബിൾ ഹെലിക്സ് മോഡൽ. ആൻഡ് ഇതാണ് റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ, ഇതാണ് മോറിസ് വിൽക്കിൻസ് ആൻഡ് ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്. നമുക്കറിയാം അല്ലേ?
ഇവരുടെ നോബൽ പ്രൈസിന്റെ ഒക്കെ ഹിസ്റ്ററീസ് കേട്ടിട്ടുണ്ടോ? നമുക്ക് ഇപ്പം ഡിസ്കസ് ചെയ്യാൻ നേരമില്ല. പക്ഷെ നിങ്ങൾ ഒന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് യൂട്യൂബ് ചാനലിൽ കയറി നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഫോട്ടോ 51. ഓക്കെ, ഇതിൽ നിന്നാണ് അവർ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് DNA, നമ്മളെ ഡബിൾ ഹെലിക്സ്. വൺ ഓഫ് ദ ഹോൾമാർക്സ് ഓഫ് ദ പ്രപ്പോസിഷൻ വാസ് ബേസ് പെയറിംഗ് ബിറ്റ്വീൻ 2 സ്ട്രാൻഡ്സ്. അതായത് നമുക്കറിയാം, നമ്മൾ 2 സ്ട്രാൻഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ 2 സ്റ്റാൻഡും തമ്മിൽ ഒരു ബേസ് പെയറിംഗ് നടക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റാൻഡും ഈ ഒരു സ്റ്റാൻഡും തമ്മിൽ ബേസ് പെയറിംഗ് നടക്കുന്നുണ്ട്. അങ്ങനെയാണ് അവർ ഡബിൾ ഹെലിക്സ് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടുള്ളത്. ആ ഒരു ബേസ് പെയറിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അവരുടെ പ്രപ്പോസിഷനിൽ. അവർ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ആ ഒരു ഐഡിയയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആയിരുന്നു, ഹോൾമാർക്ക് പോയിന്റ് ആയിരുന്നു ഇവരുടെ ബേസ് പെയറിംഗ്. ഇനി ഈ ബേസ് പെയറിംഗിന് കാരണം, ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരാളും കൂടി കാരണമായിട്ടുണ്ട്, എർവിൻ ചർഗാഫ്. ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എർവിൻ ചർഗാഫ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റും കൂടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആരാണ് എർവിൻ ചർഗാഫ്? എർവിൻ ചർഗാഫ് ഈ ഇതിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹം കണ്ടുപിടിച്ചത് എന്താന്ന് വെച്ചാൽ, ദർ ഇസ് എ റേഷ്യോ ബിറ്റ്വീൻ ദ ബേസസ്. ഈ നൈട്രജൻ ബേസസ് തമ്മിൽ ഒരു റേഷ്യോ ഉണ്ട്. അതിന് നമ്മൾ എർവിൻ ചർഗാഫ് റൂൾ എന്ന് പറയും. ഇറ്റ് ഇസ് എർവിൻ ചർഗാഫ്സ് റൂൾ. അതായത് the ratios between adenine and thymine and guanine and cytosine. There exists a ratio between adenine and thymine and guanine cytosine and that equals to 1. And ആ ഒരു കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 1ലേക്ക് എത്തും. അഡെനിൻ തൈമിൻ ഏതൊക്കെയാണ് മക്കളെ? റേഷ്യോസ് ബിറ്റ്വീൻ അഡെനിൻ ആൻഡ് തൈമിൻ. അഡെനിൻ പ്ലസ് തൈമിൻ ഡിവൈഡഡ് ബൈ ഗുവാനിൻ. അഡനിനും തൈമിനും ഗുവാനിനും സൈറ്റോസിനും ഇടയിൽ ഒരു റേഷ്യോ ഉണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് വി നോ അഡനിൻ വിൽ ഓൾവേസ് പേസ് വിത്ത് തൈമിൻ ആൻഡ് ഗുവാനിൻ വിൽ ഓൾവേസ് പേസ് വിത്ത് സൈറ്റോസിൻ ഇൻ കേസ് ഓഫ് DNA. അഡനിൻ അല്ലെങ്കിൽ RNA ബേസ് പെയറിംഗിന്റെ ആവശ്യമില്ല അല്ലേ? പക്ഷെ വേറൊരു കേസിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ അങ്ങനെ ഒരു പൗസ് ഇട്ടത്. പിന്നെ പഠിക്കാം. അഡനിൻ വിൽ പേസ് വിത്ത് തൈമിൻ ആൻഡ് ഗുവാനിൻ വിൽ പേസ് വിത്ത് സൈറ്റോസിൻ. ആൻഡ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു സ്ട്രാൻഡിൽ എത്ര ഗുവാനിൻ ഉണ്ടോ ആ ഗുവാനിനൊക്കെ പേര് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ അത്രയും സൈറ്റോസിൻ വേണം. ഈ സ്ട്രാൻഡിൽ എത്ര തൈമിൻ ഉണ്ടോ അത്രയും തൈമിന് പെയറിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ സ്ട്രാൻഡിൽ എത്ര അഡനിൻ വേണം, അത്രയും തന്നെ അഡനിൻ വേണം. സോ ദർ എക്സിസ്റ്റ് എ റേഷ്യോ. ഓക്കെ, അപ്പോൾ ഈ അഡനിനും ഗുവാനിനും, അഡനിൻ പ്ലസ് ഗുവാനിൻ, ഇങ്ങനെയാണ് ആ റേഷ്യോ വരിക. അഡനിൻ പ്ലസ് ഗുവാനിൻ ഡിവൈഡഡ് ബൈ സൈറ്റോസിൻ പ്ലസ് തൈമിൻ ആൻഡ് ദാറ്റ് ഈക്വൽസ് ടു 1. അഡനിനും ഗുവാനിനും സമ്മ് ചെയ്താൽ അത്രയും തന്നെയായിരിക്കും സൈറ്റോസിനും തൈമിനും. കാരണം എന്താ? അഡനിൻ എത്രയുണ്ടോ അത്രയും തന്നെ തൈമിൻ ഉണ്ടാവും, ഗുവാനിൻ എത്രയുണ്ടോ അത്രയും തന്നെ സൈറ്റോസിൻ ഉണ്ടാവും. സോ അഡനിൻ പ്ലസ് ഗുവാനിൻ ഇസ് ഈക്വൽ ടു സൈറ്റോസിൻ പ്ലസ് തൈമിൻ, ഓർ അഡനിൻ ഇസ് ഈക്വൽ ടു തൈമിൻ ആൻഡ് ഗുവാനിൻ ഇസ് ഈക്വൽ ടു സൈറ്റോസിൻ. സോ നിങ്ങളോട് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരുവാണ്, അതായത് ഇത്ര ഗുവാനിൻ ഉണ്ട് ഇത്ര തൈമിൻ ഉണ്ട് എന്ന് പറയുവാണ്. ഐഡന്റിഫൈ ദ നമ്പർ ഓഫ് സൈറ്റോസിൻ പ്രസന്റ്. സിമ്പിൾ അല്ലേ? തൈമിൻ എത്രയുണ്ടോ അത്രയും തന്നെ അഡനിൻ ഉണ്ടാവും അല്ലേ? ഇപ്പൊ തൈമിൻ 20 ആണെങ്കിൽ അഡനിൻ വിൽ ഡെഫിനറ്റ്ലി 20, അഡനിനും 20 ആയിരിക്കും. അത് ഉറപ്പാണ്, ഷുവർ ആണ്. ഓക്കെ, അഡനിൻ 20 ആണ്. ആൻഡ് ഗുവാനിൻ എത്രയാണ്? ഗുവാനിൻ ഇപ്പോൾ ഒരു 30 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈറ്റോസിനെ കണ്ടുപിടിക്കാൻ ഒരു പണിയില്ല, സൈറ്റോസിനും 30 ആണ്. ഇനി നിങ്ങളോട് പറയാണ് സൈറ്റോസിനും തൈമിനും 30, 20 ആണ്. ഐഡന്റിഫൈ ദ എമൗണ്ട് ഓഫ് അഡനിൻ പ്ലസ് ഗുവാനിൻ. 30 പ്ലസ് 20 ഏതാണ്? 50 ആണ്. ഇവരും 50 ആയിരിക്കും. ആൻഡ് സൈറ്റോസിൻ 30 ആണെങ്കിൽ ഓഫ് കോഴ്സ് ഗുവാനിൻ വിൽ ഓൾസോ ബി 30. ഓക്കെ, ഇനി ഏതെങ്കിലും ഒരാളെ മാത്രം തന്നാലോ? അപ്പോഴും നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഓക്കെ, ഇനി അങ്ങനത്തെ ഉള്ളതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട്. ദ റേഷ്യോസ് ബിറ്റ്വീൻ അഡനിൻ ആൻഡ് തൈമിൻ ആൻഡ് ഗുവാനിൻ ആൻഡ് സൈറ്റോസിൻ ആർ എ കോൺസ്റ്റന്റ് ആൻഡ് ഇറ്റ് ഈക്വൽസ് ടു 1. അതൊരു 1 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ആ ഒരു കോൺസ്റ്റന്റ് നമുക്ക് ഇങ്ങനെ എഴുതാട്ടോ. അഡനിൻ തൈമിൻ ഗുവാനിൻ സൈറ്റോസിൻ ഇങ്ങനെയും നമുക്ക് റേഷ്യോ എഴുതാം. അഡനിന്റെയും തൈമിന്റെയും റേഷ്യോയും ഗുവാനിന്റെയും സൈറ്റോസിന്റെയും റേഷ്യോയും 1 ആണ്. അത് രണ്ടും 1 ആണ്. ഓക്കെ, അതായത് അഡനിൻ 20 ഉണ്ട്, തൈമിൻ 20 ഉണ്ട്. 20/20 എത്രയാ? 1 ആണ്. ദാറ്റ് ഓൾവേസ് ബി 1. ഓക്കെ, നമുക്ക് ആ റേഷ്യോ പലതരത്തിൽ എഴുതാം. പക്ഷെ നിങ്ങൾ ആ ഒരു ഐഡിയ ഒന്ന് ഉള്ളോട്ടേക്ക് എടുക്കുക, എന്താണ് അതാ പറഞ്ഞതെന്ന്. ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പ്രശ്നവുമില്ല. കാണാതെ പഠിക്കുമ്പോഴാണ് തെറ്റാൻ ചാൻസ്. ഓക്കെ,
കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ. ഇനി അങ്ങോട്ട് നമ്മൾ DNA സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, ഫീച്ചേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ. ആര് കോംപ്ലിമെന്ററി? നമ്മളെ ഓരോ സ്ട്രാൻഡ്സും കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ. രണ്ടുപേരും കോംപ്ലിമെന്ററി ആണ്. ഒരു സ്ട്രാൻഡ് മറ്റേ സ്ട്രാൻഡിനോട് കോംപ്ലിമെന്ററി ആണ്. എന്താ കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ, ഇവിടെ അഡനിൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ദർ വിൽ ബി തൈമിൻ ഫോർ ബേസ് പെയറിംഗ്. ഇവിടെ ഗുവാനിൻ ആണെങ്കിൽ ഇവിടെ സൈറ്റോസിൻ ഉണ്ടാവും. ഓക്കെ, ഇവിടെ സൈറ്റോസിൻ ആണെങ്കിൽ ഇവിടെ ഗുവാനിൻ ഉണ്ടാവും. സോ അവർ കോംപ്ലിമെന്ററി ആണ്. ഈ ഒരു സ്ട്രാൻഡ് എന്ന് പറയുന്നത് ACTTG ആണെങ്കിൽ തൊട്ടപ്പുറത്തെ സ്ട്രാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി കോംപ്ലിമെന്ററി ടു ദിസ് സ്ട്രാൻഡ് ആൻഡ് ദാറ്റ് വിൽ ബി TGA&C. ഓക്കെ, ഇതാണ് കോംപ്ലിമെന്റാരിറ്റി എന്ന് പറയുന്നത്. കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ. ഇഫ് ദ സീക്വൻസ് ഓഫ് ബേസസ് ഇൻ വൺ സ്ട്രാൻഡ് ഇസ് നോൺ, then the sequence in other strand can be predicted. Of course we know. അതായത് ACTTG എന്നാണ് നമ്മൾ ഒരു സ്ട്രാൻഡിന്റെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ, മറ്റേ സ്ട്രാൻഡിന്റെ നേരെ കോംപ്ലിമെന്ററി സ്ട്രാൻഡിന്റെ സീക്വൻസ് പറയാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അഡനിൻ വിൽ ഓൾവേസ് സ്പേസ് വിത്ത് തൈമിൻ. അഡനിന് പകരം ആ ഒരു സൈറ്റിൽ നമ്മൾ തൈമിൻ എഴുതുക, സിക്ക് പകരം G എന്ന് എഴുതുക, ടിക്ക് പകരം A എന്ന് എഴുതുക. ഓക്കെ, അത്രയേ ഉള്ളൂ. Each strand from a DNA act as a template. ഈ ഒരു ടേം ആലോചിക്കുക, ടെംപ്ലേറ്റ്. ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് റിപ്ലിക്കേഷൻ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ്. ടെംപ്ലേറ്റ്, നോൺ ടെംപ്ലേറ്റ്, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, ഇതിനൊക്കെ നമുക്ക് ഓരോന്നിനും ആവശ്യമുണ്ട്. ടെംപ്ലേറ്റ് ഫോർ സിന്തസിസ് ഓഫ് എ ന്യൂ സ്ട്രാൻഡ്. ഒരു പുതിയ സ്ട്രാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റിപ്ലിക്കേഷൻ ടൈമിലും ട്രാൻസ്ക്രിപ്ഷൻ ടൈമിലുമാണ് ന്യൂ സ്ട്രാൻഡ് ഒരു DNA നിന്ന് ഉണ്ടാക്കുന്നത്. സോ ആ സമയത്ത് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഇതാണ് ടെംപ്ലേറ്റ് എന്ന് വിചാരിക്കുക. ഈ ടെംപ്ലേറ്റിന്റെ നേരെ കോംപ്ലിമെന്ററി ആയിരിക്കും പുതിയത് ഉണ്ടാക്കാൻ പോണ സ്ട്രാൻഡ്. അതായത് ഇത് ടെംപ്ലേറ്റ്, ഇത് നോൺ ടെംപ്ലേറ്റ്. ഈ നോൺ ടെംപ്ലേറ്റിന്റെ സെയിം സീക്വൻസ് ആയിരിക്കില്ലേ ഇവിടെ പുതിയതായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സാധനം. ഇവിടെയാണ് റിപ്ലിക്കേഷൻ പറയുന്നത്. ഇതാണ് ടെംപ്ലേറ്റ്, ഇത് നോൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ഇവിടെയാണ് നമ്മൾ ആ പുതിയ സ്ട്രാൻഡ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ദിസ് വിൽ ബി കോംപ്ലിമെന്ററി ടു ദിസ് വൺ ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ദിസ് വൺ. This is already complementary to this template strand. Non-template strand is already complementary to template strand. So the newly formed strand will be complementary to the template strand and that will be equal to the non-template strand. അത്രയേ ഉള്ളൂ. അത് അധികം ടെൻഷൻ അടിക്കാനൊന്നുമില്ല. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെയാണ് പഠിക്കാനുള്ളത്. ഞാൻ ജസ്റ്റ് ടെംപ്ലേറ്റ് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് മനസ്സിലേക്ക് കയറ്റി തന്നതാണ്. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ടേം. ഓക്കെ, ടെംപ്ലേറ്റ് ഫോർ ദ സിന്തസിസ് ഓഫ് ന്യൂ സ്ട്രാൻഡ് ആൻഡ് ദ ഡബിൾ സ്ട്രാൻഡഡ് DNA thus produced would be identical to the പാരന്റൽ DNA മോളിക്യൂൾ. പുതിയ DNA ഉണ്ടായത്, പുതിയൊരു DNA, അതായത് ഇവരെന്തായാലും കോംപ്ലിമെന്ററി ആയിട്ടുള്ള ആൾക്കാരെയാണ് ഉണ്ടാക്കുന്നത്. അവരുണ്ടായിട്ട് പിന്നെ പുതിയൊരു DNA ഉണ്ടാകുമ്പം ഡെഫിനറ്റ്ലി പാരന്റൽ DNA എങ്ങനെയാണോ അതിൻ്റെ എക്സാക്ട് കോപ്പി ആയിരിക്കും പുതിയ ഉണ്ടാവുന്നത്. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവുന്ന കുട്ടികൾ എക്സാക്ട് കോപ്പിയാണോ? ഫോട്ടോസ്റ്റാറ്റിൽ അടിച്ച പോലെയാണോ? അല്ല, അതുപോലെയല്ല. ഈ DNA-ക്ക് ഉണ്ടാവുന്ന കുട്ടികൾ DNA തന്നെ എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ അവിടെ ഒരു അബ്നോർമാലിറ്റി വന്നു, നമ്മുടെ സെൽസിന് എന്തോ പറ്റി, നമുക്ക് രോഗം വരും, നമ്മൾ തട്ടിപ്പോവും. ഓക്കെ, സോ അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. റെപ്ലിക്കേഷൻ വഴി പുതിയ DNA ഉണ്ടാക്കുമ്പോൾ എക്സാക്ട് കോപ്പി ആയിരിക്കും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം റെപ്ലിക്കേഷൻ പഠിക്കുന്ന സമയത്ത്. ഓക്കെ, ആ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്, അതൊക്കെ നോക്കണേ. The saline features of the double helix structure or DNA are as follows. ഇതാണ് saline features. നമുക്കൊരു 4-5 ഫീച്ചേഴ്സ് പഠിക്കാനുണ്ട്. It is made up of 2 polynucleotide chains. 2 polynucleotide ചെയിൻ ഉണ്ട്. ഒരു ചെയിൻ ഉണ്ട്, 2 ചെയിൻ ഉണ്ട് അല്ലേ? 2 ചെയിനും കൂടി ഒരുമിച്ച് ഹൈഡ്രജൻ ബോണ്ട് വഴി ബോണ്ട് ചെയ്ത് നിൽക്കുകയല്ലേ? ആണ്. But the backbone is constituted by the sugar and phosphate. ഷുഗറും ഫോസ്ഫേറ്റും ആണ് ബാക്ക് ബോൺ ആൻഡ് ദ ബേസസ് ആർ പ്രൊജക്ട് ഇൻസൈഡ്. അത് അവർ ഉള്ളിലല്ലേ ഉള്ളത്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് DNA കാണാം അല്ലേ? ഇതാണ് ബാക്ക് ബോൺ. കണ്ടോ? കണ്ടോ? അതിനിടയ്ക്കുള്ളതാണ് ഈ ബേസസ്. വരച്ച് കുളമാക്കാൻ എന്നെ കഴിഞ്ഞ ആളുള്ളൂ. ഓക്കെ, അടുത്തത് the 2 chains have anti-parallel polarity. What do you mean by anti-parallel polarity? പാരലൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരിക്കലും കൂട്ടിമുട്ടാത്ത 2 വരകൾ അല്ലേ? പാരലൽ, ആന്റി പാരലൽ, ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ. നമ്മൾ ഈ 3' 5' എന്നൊക്കെ പറയുന്നത് പറയാറില്ലേ? ഇതാ ഇങ്ങനെ ഒരാൾ അങ്ങോട്ട്, ഇങ്ങനെ ഒരാൾ ഇങ്ങോട്ട്. ഇതാണ് 3' ഉണ്ടെങ്കിൽ ഇതാണ് 5' ഉണ്ട്. ഇതാണ് 3' ഉണ്ടെങ്കിൽ ഇതാണ് 5' ഉണ്ട്. ആൻഡ് ദിസ് ഈസ് ആന്റി പാരലൽ പൊളാരിറ്റി. ഇനി 3'ഉം 5'ഉം ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്
നിങ്ങൾക്ക് അത് വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നമുക്ക് ദാ ഇവിടെ ചിത്രമുണ്ട്. ദാ ഇതേതെന്താ 3' ഉണ്ട്. 3' അല്ലെങ്കിൽ 3' എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ഈ ഷുഗർ കണ്ടോ, ഇത് എത്രാമത്തെ കാർബണാ മക്കളെ? ഇത് ഒന്നാമത്തെ, ഇത് രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ അല്ലെ? മൂന്നാമത്തെ കാർബൺ അല്ലേ അങ്ങോട്ട് നിൽക്കുന്നേ? അതുകൊണ്ട് അത് 3' ഉണ്ട്. ഇവിടേക്ക് ഏത് കാർബണാ നിൽക്കുന്നേ? 1 2 3 4 5ാമത്തെ കാർബൺ അല്ലേ? 5ാമത്തെ കാർബൺ അല്ലേ ഇങ്ങോട്ടേക്ക് ഫേസ് ചെയ്തിരിക്കുന്നത്? മൂന്നാമത്തെ കാർബൺ ഈസ് ഓൾറെഡി ഒക്യുപ്പൈഡ് അല്ലേ? 5ാമത്തെ കാർബൺ ആണ് നിൽക്കുന്നത്. സോ ഇതാണ് 5' ഉണ്ട്. 3' to 5'. അങ്ങനെയാണെങ്കിൽ നേരെ താഴെയുള്ള ഈ സ്റ്റാൻഡിന് 5' ആവാൻ പാടുണ്ടോ? ഇല്ല. ദേ ആർ ആന്റി പാരലൽ ആൻഡ് വി നോ ദാറ്റ് അല്ലെ? ആന്റി പാരലൽ ആണ്. സോ 5' 5' ഒരിക്കലും ഒന്നിച്ചു വരില്ല. ഇവരിങ്ങനെ എങ്ങോട്ടും ഇവരങ്ങനെ അങ്ങോട്ടുമാണ് ഫേസ് ചെയ്യുന്നത് അല്ലേ? സോ ദിസ് വിൽ ബി എ 3' and yes 3' ഉണ്ട്. അപ്പൊ ഏതായിരിക്കും ഇത്? 5' ഉണ്ട്. നിങ്ങളോട് ചോദ്യം ചോദിക്കുവാണ്, ഐഡന്റിഫൈ ദ കറക്റ്റ് ഫിഗർ എന്ന് ചോദിച്ചിട്ട്. ഞാൻ ജസ്റ്റ് വെറുതെ ഒരു ചോദ്യം പറയാണ്. ഈ ഒരു കറക്റ്റ് ഫിഗർ കണ്ടുപിടിക്കാൻ പറയാണ്. ഈ ആരോ മാർക്കൊക്കെ പോട്ടെ, അതൊന്നും വേണ്ട, അല്ലാതെ തന്നെ വരയ്ക്കാം. 3' 3' 5' 5'. ഇതില് എ ആണോ ബി ആണോ സി ആണോ ശരി? എ ആണോ ബി ആണോ സി ആണോ ശരി? ഏതാണ് ഇത്? 3' ഒരിക്കലും വരൂല അല്ലെ? ഒരു സൈഡ് 3' ആണെങ്കിൽ മറ്റേ സൈഡ് 5' ആയിരിക്കും. കാർബൺ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ 3' ആണെങ്കിൽ അവിടെ 5'. അതിന്റെ നേരെ ഓപ്പോസിറ്റ് നോക്കിക്കേ. 5' അടുത്ത് 5' വന്നാൽ ഒരിക്കലും അതാവില്ല. ഇവിടെ 3' ആണ്. അപ്പൊ ഇത് ശരിയാണ്. നേരെ നോക്കി, ഇവിടെയും 5'. സോ ഇതെന്താണ്? ഇതാണ് കറക്റ്റ്. ഓക്കെ, ആ ഒക്യുപ്പൈ ചെയ്യുന്നത് നോക്കുക. കാർബൺ ഏതാണ് ഫ്രീ ഉള്ളതെന്ന് നോക്കുക. നമ്മളിപ്പോൾ എവിടെ എത്തിയിരുന്നു? ഇവിടെ. സോ these two chains are anti-parallel polarity and it means if one chain has the polarity 5' to 3', the other chain will be having 3' to 5'. അടുത്തത്, the bases in two strands are paired through hydrogen bond. ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ് ഈ ബേസസ് പെയർ ചെയ്യുന്നത്. നമ്മൾ വരച്ചതല്ലേ? ഇതൊരു ബേസ്. ആ ചിത്രമൊക്കെ കുറച്ച് കുളമായി. ഇങ്ങനെ സ്പീഡൊക്കെ വരയ്ക്കുമ്പോൾ അങ്ങനെയൊക്കെ ആവും. സോ ഇതെന്താ? ഇതാണ് ഹൈഡ്രജൻ ബോണ്ട്. ഇതിനിടയ്ക്കുള്ളതാണ് ഹൈഡ്രജൻ ബോണ്ട് ഫോമിങ് ബേസ് പെയർസ്. അങ്ങനെയാണ് ബേസ് പെയർ ഷോർട്ട് ആക്കിയിട്ടാണ് ഈ BP എന്ന് എഴുതിയത്. ഇനി ചിലപ്പോൾ നമ്മൾ BP എന്ന് മാത്രം പറയും. നിങ്ങൾ പരീക്ഷയ്ക്ക് അങ്ങനെ എഴുതി വെക്കണ്ട, ബേസ് പെയർ തന്നെ എഴുതി വെച്ചാൽ മതി. സോ ഇതാണ് ഹൈഡ്രജൻ ബോണ്ട്. ഇനി ഈ ഹൈഡ്രജൻ ബോണ്ട് അഡനിനും തൈമിനും ഇടയ്ക്ക് 2 ഹൈഡ്രജൻ ബോണ്ടും ഗ്വാനിനും സൈറ്റോസിനും ഇടയ്ക്ക് 3 ഹൈഡ്രജൻ ബോണ്ടും ആണ് ഉള്ളത്. നിങ്ങളോട് ഇങ്ങനെ ചിത്രം വരച്ചു. ഇങ്ങനെ വരച്ചിട്ട് ഐഡന്റിഫൈ ദ ബേസസ്. ഇതിൻ്റെ ഉള്ളിൽ ആരാന്നൊന്നും എഴുതിയിട്ടില്ല. ഐഡന്റിഫൈ ദ ബേസസ്. സിംപ്ലി യു ക്യാൻ ഐഡന്റിഫൈ ദാറ്റ് ദിസ് ഇസ് guanine and cytosine or cytosine and guanine and this is adenine and thymine or thymine and adenine. കാരണം എന്താ? ബോണ്ടിന്റെ എണ്ണം നോക്കിയാൽ മതി. ഓക്കെ, the two chains are coiled in a right-handed fashion. right-handed, വലത്തോട്ടേക്കാണ് ഇങ്ങനെ ചുറ്റി പോകുന്നത്. ഈ 2 ചെയിനും കൂടി ഇങ്ങനെ ഒട്ടി നിൽക്കുകയാണ്. and the pitch of the helix, what do you mean by pitch? pitch എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ടേൺ ഇല്ലേ, അതിന്റെ ഹൈറ്റ് ആണ് പറയുന്നത്. ഒരു കംപ്ലീറ്റ് ടേണിന്റെ ഹൈറ്റ്. ഇതിങ്ങനെ ചുറ്റി ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. സോ അതിൽ ഒരു ടേണിന്റെ ഹൈറ്റ്, ആ ഒരു പിച്ച് എന്ന് പറയുന്നത് 3.4 നാനോമീറ്റർ ആണ്. ഈ ഒരു 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ × 10⁻⁹ മീറ്റർ ആണ്. നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ × 10⁻⁹ മീറ്റർ ആണ് കേട്ടോ. അത് ഇവിടെ കൊടുത്തിട്ടില്ല, ഇല്ല. × 10⁻⁹ മീറ്റർ. ഓക്കെ, സോ 3.4 നാനോമീറ്റർ ആണ് ഉള്ളത്. ഓക്കെ, അതില് 10 ബേസ് പെയർ ഉണ്ടാവും. അപ്രോക്സിമേറ്റ്ലി 10 ബേസ് പെയർ. ഒരു കംപ്ലീറ്റ് ടേണില് ആ ടേണിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3.4 നാനോമീറ്റർ ആണ്. ഓർ 3.4 × 10⁻⁹ മീറ്റർ ആണ്. ആ ഒരു കംപ്ലീറ്റ് ടേണിൽ എത്ര ബേസസ് ഉണ്ടാവും? എത്ര ബേസ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവും? അപ്രോക്സിമേറ്റ്ലി 10 ബേസസ് ഉണ്ട് നിങ്ങൾ വിചാരിക്കാം. ആ 10 ബേസസ് ഉണ്ടെങ്കിൽ 2 ബേസ് തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇത്ര 3.4 നാനോമീറ്റർ.
അതിന് 10 എണ്ണം ഉണ്ട്. അപ്പോൾ ഓരോന്നിന്റെ ഇടയിലും എത്ര ഡിസ്റ്റൻസ് ഉണ്ടാവും? ഡിവൈഡ് ബൈ 10 ചെയ്താൽ പോരെ 3.4. ഓക്കെ. Consequently, the distance between a base pair in a helix is approximately 0.34 nanometer. 3.4 divided by 10, 0.34 nanometer. അത്രയേ ഉള്ളൂ. And the plane of one base pair stacks over the other in double helix. അതായത് ഒരു ബേസ് ഇവിടെയാണെങ്കിൽ, ഒരു പേര് ബേസ് ഇവിടെയാണെങ്കിൽ മറ്റേ പേര് ഇങ്ങനെ കൊണ്ടുവച്ചേക്കുന്നതല്ല, നേരെ മുകളിൽ ഇവർ ഈക്വൽ ഡിസ്റ്റൻസ് പാലിക്കുന്നു. ഇവര് ഷുഗർ ബാക്ക് ബോണിൽ നല്ല നമ്മൾ ചവിട്ടുപടി പോലെ നല്ല ക്ലിയർ ആയിട്ട് ക്ലീൻ ആക്കിയിട്ട് വെച്ചേക്കുക. ഇവരുടെ ബേസിന്റെ തമ്മിലുള്ള അകലമൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും. സോ ഇതും കൂടി നമ്മുടെ ഡബിൾ ഹെലിക്സിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ദിസ് ഇൻ അഡീഷൻ ടു ഹൈഡ്രജൻ ബോണ്ട്സ് കൺഫേഴ്സ് സ്റ്റെബിലിറ്റി ഓഫ് ദ ഹെലിക്കൽ സ്ട്രക്ചർ. ഹൈഡ്രജൻ ബോണ്ടിന് പുറമെ ഇവരിങ്ങനെ കറക്റ്റ് ആയിട്ട് അടുക്കി നിൽക്കുന്നത് കൊണ്ട്, ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അടുക്കി നിൽക്കുന്നത് കൊണ്ട് സ്ട്രെങ്ത് കൂടുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ഉണ്ടായിരുന്നു. അവർ ആന്റി പാരലൽ ഡയറക്ഷൻ ആയിരുന്നു. ഒന്ന് 3' to 5' ആണെങ്കിൽ മറ്റേത് 5' to 3' ഡയറക്ഷൻ ആയിരുന്നു. ഈ 2 ചെയിനും തമ്മിൽ ഉള്ള ബോണ്ട് ഏതാണ്? ഹൈഡ്രജൻ ബോണ്ട്. 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിനിന്റെ ഇടയിലുള്ള ബോണ്ട് ഏതാന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ബോണ്ട്, മറക്കരുത്. ആൻഡ് ആന്റി പാരലൽ പൊളാരിറ്റി ദാറ്റ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. ഹൈഡ്രജൻ ബോണ്ട്സ് പറഞ്ഞു. അതിൽ അഡനിനും തൈമിനും 2 ബോണ്ട്, ഗുവാനിൻ സൈറ്റോസിന്റെ ഇടയ്ക്ക് 3 ബോണ്ട്. ട്രിപ്പിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് എന്നല്ലേ പറയാം നമ്മൾ. റൈറ്റ് ഹാൻഡഡ് ഹെലിക്സ്, വലത്തോട്ടേക്കുള്ള ഹെലിക്സ് ആണ്, റൈറ്റ് ഹാൻഡഡ് ഹെലിക്സ് ആണ്. ആൻഡ് പ്ലെയിൻ ഓഫ് വൺ ബേസ് പെയർ സ്റ്റാക്സ് ഓവർ ദ അതർ, അതും നേരെ മുകളിലാണ്. ഓക്കെ. അപ്പം ഇതാണ് നമ്മൾ ആ ഒരു കൺക്ലൂഷൻ. 5', 3', അതിൽ 2 എണ്ണം വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരും. നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട്, നിങ്ങൾ കുട്ടികളായതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു, മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അഡനിന് തൈമിന് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു സ്ട്രക്ചറിൽ കറക്റ്റ് ഫിറ്റ് ചെയ്യുന്ന, പക്ഷെ അങ്ങനത്തെ സ്ട്രക്ചർ ഒന്നും ഇല്ല കേട്ടോ. ഇനി നിങ്ങൾ ജസ്റ്റ് ഒരു ബോക്സ് വരച്ചാലും നിങ്ങൾ തെറ്റാണ്ട് എഴുതണം. വി നോ ഗുവാനിൻ വിൽ പേസ് വിത്ത് സൈറ്റോസിൻ. നമ്മളിത് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയൂലേ. ഓക്കെ. ആൻഡ് ഇത് കണ്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികളുടേതാണെന്ന് വിചാരിക്കരുത്. കാരണം ഇത് 2 ഒരുപോലെയാണ് കൊടുത്തത്. വെറുതെ ഒരു കറക്റ്റ് ഫിറ്റിംഗ് പറഞ്ഞതാണ്. സോ അഡനിൻ, തൈമിൻ, ഗുവാനിൻ ആൻഡ് സൈറ്റോസിൻ. കണ്ടോ, റൈറ്റ് ഹാൻഡഡ് ഹെലിക്സ് ആണ്. ഇവർ ഒന്നിന്റെ മുകളിൽ ഒന്നാണ്. ഇതാണ് ഒരു കംപ്ലീറ്റ് ടേൺ എന്ന് പറയുന്നത്. സോ ഒരു കംപ്ലീറ്റ് ടേൺ എത്രയാണ്? പിച്ച് എത്രയാണ്? 3.4 നാനോമീറ്റർ. അതിൽ എത്ര ബേസ് ഉണ്ട്? അപ്രോക്സിമേറ്റ്ലി 10 ബേസ് പെയർസ്. ഈ 10 ബേസ് പെയർസ് ഓരോ ബേസിന്റെ ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് എത്രയാണ്? 0.34 നാനോമീറ്റർ. ഓക്കെ. ഇത്രയും കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്ത് പഠിക്കുക. ഈ ഒരു ബോണ്ട് ഇതേതാണ്? ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ ആണ്. ഇതാണ് നൈട്രജൻ ബേസസ്. And Francis Crick proposed the central dogma in molecular biology. ഈ സെൻട്രൽ ഡോഗ്മ ഇനി അങ്ങോട്ട് നിങ്ങൾ വളരെ ക്രൂഷ്യൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ട്, എനിക്ക് തോന്നുന്നത് ഇതിന്റെ കോർ കണ്ടന്റ് ഈ സെൻട്രൽ ഡോഗ്മ ആയിരിക്കും. അതിൽ ഓരോന്നായിരിക്കും പറയാൻ പോകുന്നത്. ഓക്കെ. സോ ഈ സെൻട്രൽ ഡോഗ്മ, ഈ ഒരു ചിത്രം കണ്ടാൽ അപ്പോൾ പറയണം സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലർ ബയോളജി പ്രപ്പോസ്ഡ് ബൈ ഫ്രാൻസിസ് ക്രിക്ക്. അവിടെ ജെയിംസ് വാട്സനെ കൂട്ടിയില്ല കേട്ടോ, ഫ്രാൻസിസ് ക്രിക്ക് മാത്രമേ ഉള്ളൂ. ഫ്രാൻസിസ് ക്രിക്ക് പ്രപ്പോസ്ഡ് ദ സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലർ ബയോളജി വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ജനറ്റിക് ഇൻഫോർമേഷൻ ഫ്ലോസ് ഫ്രം DNA to RNA and from RNA to protein. ഇങ്ങനെയാണ് ജനറ്റിക് ഇൻഫോർമേഷൻ ഫ്ലോ ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിൽ കംപ്ലീറ്റ് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും പ്രോട്ടീൻ വേണം. ഈവൻ എൻ്റെ ഹെയറിന്, ഞാൻ എന്ത് പറഞ്ഞാലും ഈ മുടിയുമില്ല അല്ലേ, കഴിഞ്ഞ ജനറ്റിക്സ് ഫുള്ള് മുടിയുമില്ലായിരുന്നു. സോ എൻ്റെ ഈ ഹെയറിന് ബ്ലാക്ക് കളർ കൊടുക്കണമെങ്കിൽ പ്രോട്ടീൻ വേണം. നമ്മുടെ സ്കിന്നിന് ബ്ലാക്ക് കളർ, മെലാനിൻ, പ്രോട്ടീൻ വേണം. എന്തിനും പ്രോട്ടീൻ വേണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് കണ്ടുപിടിക്കണമെങ്കിൽ പോലും നിങ്ങളെ മെമ്മറി വർക്കാവാൻ നിങ്ങൾക്ക് പ്രോട്ടീൻ ആവശ്യമുണ്ട്. സോ ഈ പ്രോട്ടീനൊക്കെ എവിടെ നിന്ന് വരുന്നു? ഇത്രമാത്രം പ്രോട്ടീനൊക്കെ ആരാ ഉണ്ടാക്കുന്നത്? പ്രോട്ടീൻ ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് ഗ്ലാൻഡ് ഒന്നുമില്ല. പ്രോട്ടീൻ ഉണ്ടാക്കാൻ നമ്മുടെ സെല്ലിൽ ഒരു ഷെഫുണ്ട്. പ്രോട്ടീനെ കുത്തികലക്കി ഉണ്ടാക്കുന്ന ഒരു മാസ്റ്റർ ഷെഫ്. ആൻഡ് ഹി ഇസ് റൈബോസോം. പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ആളല്ലേ റൈബോസോം. ഈ റൈബോസോം എങ്ങനെയാ പ്രോട്ടീൻ ഉണ്ടാക്കുക? നമ്മൾ എഴുതി കൊടുക്കുന്ന, നമ്മുടെ സെല്ലിൽ എഴുതി വെച്ചേക്കുന്ന നമ്മളൊരു ബുക്കില്ലേ, നമ്മളെ ജനറ്റിക് മെറ്റീരിയൽ അല്ലേ നമ്മുടെ ബുക്ക്. ആ ബുക്കിലുണ്ടാവും നമ്മളെ എന്ത് പ്രോട്ടീനാണ് ഉണ്ടാക്കണ്ടേ എന്നുള്ള റെസിപ്പി. ആ റെസിപ്പി വായിച്ചിട്ടാണ് നമ്മളെ ഷെഫ് ആയിട്ടുള്ള റൈബോസോം പ്രോട്ടീനെ ഉണ്ടാക്കുക. സോ പ്രോട്ടീൻ ഇസ് എ ഡിഷ് മെയ്ഡ് ബൈ റൈബോസോം. ആൻഡ് റൈബോസോമിന് പ്രോട്ടീനെ ഉണ്ടാക്കണമെങ്കിൽ ആ ഒരു സ്ക്രിപ്റ്റ് ഇല്ലേ, എന്താ പറയുക, റെസിപ്പി. ആ റെസിപ്പി ആരാണ്? ഇറ്റ് ഇസ് RNA. ഈ റെസിപ്പി എഴുതി വെച്ചിരിക്കുന്ന ബുക്കാണ് നമ്മളെ DNA. സിംപ്ലി
ഇത്രയാണ് എനിക്കിപ്പോൾ ഈ കൺക്ലൂഡ് ചെയ്ത് പറയാനുള്ളത്. ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഈ DNA നിന്നും RNA ഉണ്ടാവുന്നു, RNA പോയിട്ട് പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു DNA നിന്നും RNA ഇസ് നോട്ട് എ സിംഗിൾ സിംപ്ലി ഒരു RNA അല്ലേ, mRNA എന്ന് പറയണം. ആൻഡ് mRNA പ്രോട്ടീൻ ആവുന്നു. ആൻഡ് ഇവിടെയുള്ള ഈ ടേംസ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കണം മക്കളെ, മറക്കരുത്. ഓക്കെ, ദിസ് ഇസ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ദിസ് ഇസ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും മാറിപ്പോകുന്ന ഒരുപാട് കൂട്ടുകാർ എനിക്കുണ്ട്, ഇൻക്ലൂഡിങ് ഞാനും പണ്ട് മറന്നു പോകുമായിരുന്നു. പിന്നെ ഞാനൊരു കോഡ് പഠിച്ചു, പിന്നെ ഞാൻ മറന്നിട്ടില്ല. ട്രാൻസ്ക്രിപ്ഷൻ അതില് ഒരാറുണ്ട്, സ്ക്രിപ്ഷൻ ആണ്, അവിടെയല്ലേ മാറുന്നത്. മറ്റേത് ട്രാൻസ്ലേഷൻ ആണ്. ട്രാൻസ്ലേഷൻ ഈ ആറുള്ളതാണ് RNA ഉണ്ടാക്കുന്നത്, അത്രേ ഉള്ളൂ. ട്രാൻസ്ലേഷൻ അപ്പം പ്രോട്ടീൻ ആണ്. സിംപ്ലി ട്രാൻസ്ക്രിപ്ഷൻ ആറുണ്ട്, സ്ക്രിപ്ഷൻ എന്ന് നമ്മൾ എന്താ പറയുക, സ്ട്രെസ് ചെയ്ത് പറയാ, അവിടെ ആറുണ്ട്. സോ ദാറ്റ് ഇസ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് RNA ഫ്രം DNA ആൻഡ് ട്രാൻസ്ലേഷൻ ഇസ് ഇത് RNA ആണെങ്കിൽ ഇത് പ്രോട്ടീൻ. ഓക്കെ, സോ ട്രാൻസ്ക്രിപ്ഷൻ ഇസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് mRNA ഫ്രം DNA. ഇതെന്താണ് ഇത്, ഇങ്ങനെ ഒരു സാധനം എന്താ അതിന്റെ ഇടയിൽ കൂടെ? സോ ദാറ്റ് ഇസ് റിപ്ലിക്കേഷൻ. ഈ DNA വെറുതെ ഇങ്ങനെ RNA മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണോ? നെവർ. DNA റെപ്ലിക്കേറ്റ് ചെയ്യണ്ടേ, നമ്മളെ സെല്ലുകളൊക്കെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡിവൈഡ് ചെയ്യുന്ന സെല്ലുകളിലേക്കൊക്കെ എല്ലാ DNA-നെയും ഇങ്ങനെ ഈക്വൽ ആയിട്ട് കൊടുക്കണമെങ്കിൽ DNA റെപ്ലിക്കേഷൻ നടക്കണം, കുറേ DNA ഉണ്ടാക്കണം. സോ അതാണ് DNA റെപ്ലിക്കേഷൻ. DNA റിപ്ലിക്കേറ്റ് ചെയ്ത് DNA തന്നെ ആവുന്നു, റിപ്ലിക്കേറ്റ് ചെയ്തിട്ട് DNA തന്നെ ആവുന്നു, DNA ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞിട്ട് mRNA ആവുന്നു, mRNA ട്രാൻസ്ലേഷൻ കഴിഞ്ഞിട്ട് പ്രോട്ടീൻ ആവുന്നു. ആൻഡ് ദിസ് ഇസ് ദ സെൻട്രൽ ഡോഗ്മ പ്രപ്പോസ്ഡ് ബൈ ഫ്രാൻസിസ് ക്രിക്ക്. നോക്കിക്കേ, ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ പ്രോട്ടീനെ വരയ്ക്കുക കേട്ടോ. നമ്മൾ ഈ ബർത്ത്ഡേക്കൊക്കെ ഒരു അടിക്കുന്ന ഒരു സ്പ്രേ ഇല്ലേ, എന്നിട്ട് ഇങ്ങനെ നൂല് പോലെ വരും, ഇങ്ങനെയാണ് നമ്മൾ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ ഉണ്ടാവുക. ഈ പ്രോട്ടീൻ കണ്ടോ, ഓരോ മുത്ത് പോലെ ഇങ്ങനെ കോർത്ത് വെച്ചിരിക്കുന്നതാണ്. ഈ ഓരോ മുത്തും നമ്മളെ അമിനോ ആസിഡുകളാണ്, അമിനോ ആസിഡുകൾ. ഈ അമിനോ ആസിഡുകളെ കോർക്കുന്നത് ആരായിരുന്നു? നമ്മുടെ ഷെഫ് ആരായിരുന്നു? പ്രോട്ടീൻ ഉണ്ടാക്കുന്ന നമ്മളെ ഷെഫ് റൈബോസോം. ഇതാണ് നമ്മളെ റൈബോസോം. ഓക്കെ, അപ്പൊ ഈ റൈബോസോം എന്ത് വായിച്ചിട്ടാ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്? റൈബോസോം കോപ്പി അടിക്കുക, കണ്ടില്ലേ? ആ റൈബോസോം എന്ത് കോപ്പി അടിച്ചിട്ടാണ് നമ്മളെ റെസിപ്പി ഏതായിരുന്നു? നമ്മളെ റെസിപ്പി നമ്മുടെ mRNA നോക്കിയിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. ആൻഡ് mRNA ഈസ് ഫോംഡ് ഫ്രം DNA. നമ്മളെ DNA ഉണ്ടോ? ഓക്കെ, ദിസ് ഇസ് ദ DNA. സോ DNA-യിൽ നിന്നും mRNA ഉണ്ടാക്കുന്നു. ആൻഡ് ദിസ് പ്രോസസ് ഇസ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ദിസ് പ്രോസസ് ഇസ് ട്രാൻസ്ലേഷൻ. ഓക്കെ, കണ്ടില്ലേ? ദ DNA തുറന്ന് അവിടെ നിന്നും നമ്മളെ mRNA കോപ്പി എഴുതി കൊണ്ടുപോയിട്ട് അത് നമ്മളെ റൈബോസോം കോപ്പി അടിച്ച് പ്രോട്ടീനെ ഉണ്ടാക്കി. സോ ദിസ് ഇസ് സിംപ്ലി സെൻട്രൽ ഡോഗ്മ. ഇനി ഇത് നോക്കിക്കേ, ഇതെന്താ? ഇത് റൈബോസോം ആണെന്ന് പറയരുത്, നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം. റൈബോസോം ഒരിക്കലും DNA-നെ വന്നിട്ട് കവർ ചെയ്തിട്ടല്ല ഉണ്ടാക്കുന്നത്. ഇത് DNA-നെ കവർ ചെയ്തിട്ട് ഈ ഒരു സിംഗിൾ സ്ട്രാൻഡ് ഉണ്ടാക്കണമെങ്കിൽ അത് mRNA അല്ലെങ്കിൽ RNA-നെ ഉണ്ടാക്കുന്നതാണ്. അത് ആരായിരിക്കും? നമ്മളെ റെപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ള എൻസൈംസ് ആയിരിക്കും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. ആ റൈബോസോം അല്ല, നമ്മൾ ആ സ്ട്രക്ചർ നോക്കണം, ശ്രദ്ധിച്ച് നോക്കണം. ആൻഡ് അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് പാക്കേജിങ് ഓഫ് DNA. സോ എത്ര വലുപ്പമുള്ള DNA ഉണ്ട്, അതൊക്കെ നമുക്കൊന്ന് ഊഹിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് വലിയ DNA നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈവൻ നമ്മുടെ സെല്ല് പോലും നമുക്ക് കയ്യിലെടുത്ത് നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ആ സെല്ലിൻ്റെ ഉള്ളിലുള്ള വലിയ DNA, വലിയ സ്ട്രാൻഡ് DNA ആണ്. ആ DNA എങ്ങനെയാണ് അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള പാക്കേജ് ആയിട്ട് ഈവൻ ഇൻഫോർമേഷൻസ് ചോർന്നു പോവാതെ നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്? അതാണ് പാക്കേജിങ് ഓഫ് DNA. ഓക്കെ, നമുക്കറിയാം ഇതാണ് സെല്ല്, ഇതാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്താണ് നമ്മളെ ക്രോമോസോം ഉണ്ടാവുക. ക്രോമോസോം ഇങ്ങനെ ചുറ്റി വെച്ചേക്കുന്നതാണ്. അത് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ DNA ആണ്. DNA-ന്റെ ഒരു സ്ട്രാൻഡാണ് ജീന്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ബേസ് പെയർസ് 0.34 നാനോമീറ്റർ ഓർ 0.34 × 10⁻⁹ മീറ്റർ. നമുക്കറിയാം അല്ലേ ഓരോ ബേസിന്റെ ഇടയിൽ. ഇനി നമുക്ക് എത്ര ബേസ് പെയർ ഉണ്ട് എന്നറിയോ? നമ്മൾ ഒരു സെല്ലിനകത്ത് നമ്മളൊരു DNA-യിൽ എത്ര ബേസ് പെയർ ഉണ്ട്? The length of DNA double helix in a typical mammalian cell is calculated by simply multiplying the total number of base pair
വിത്ത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കോൺസിക്യൂട്ടീവ് ബേസ് പെയർ. രണ്ട് ബേസ് പെയറിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് അറിയാം. അപ്പോൾ പിന്നെ എത്ര ബേസ് പെയർ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതും ഇതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര ലെങ്ത് ഉണ്ടെന്ന് കണ്ടുപിടിച്ചൂടെ? അറിയാം. എങ്ങനെയാണ്? എത്രയാ ടോട്ടൽ ബേസ് പെയർ? 6.6 into 10 raised to 9 base pairs. It is not 10 raised to -9. ശ്രദ്ധിക്കണം, 6.6 into 10 raised to 9 base pair. It's a huge amount. 6.6 into 10 raised to 9 base pair അത്രയുണ്ട് into 0.34 into 10 raised to -9 മീറ്റർ. അത്രയാണോ ഡിസ്റ്റൻസ്? മീറ്റർ പെർ ബേസ് പെയർ. അപ്പോൾ എത്ര കിട്ടി? ഇറ്റ് കംസ് അറൌണ്ട് അപ്രോക്സിമേറ്റ്ലി 2.2 meters. 2.2 മീറ്റർ. മക്കളെ, എത്ര? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്രയും ഉണ്ടാവും. അതിനു മുകളിൽ, അതിൻ്റെ ഇരട്ടി, അത്രയും മീറ്റർ കണക്കിനുള്ള ഒരു DNA ഒരു സെല്ലിനകത്ത് എങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു? ഓക്കെ, ഒരു സെല്ലല്ല, ടോട്ടൽ മാമേലിയൻ സെൽസിലുള്ള ടോട്ടൽ ബേസ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. അത്രയും വലിയ DNA നമുക്ക് കാണാൻ പോലും പറ്റുന്നില്ല നേരെ, ഇല്ലേ? അത്രയും വലിയ DNA എങ്ങനെയാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്? A length that is far greater than the dimensions of a typical nucleus. ഒരു ടിപ്പിക്കൽ നേരത്തെ കാണിച്ചിട്ടുള്ള ഈ ന്യൂക്ലിയസ് ഇല്ലേ, അതിനേക്കാളും വലുപ്പമുണ്ട് എന്നാ പറയുന്നത്. 2.2 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയസിന് തന്നെ 10⁻⁻6 മീറ്ററേ ഉള്ളൂ. 10⁻⁻6 മീറ്ററേ ഉള്ളൂ ഒരു ന്യൂക്ലിയസിന് തന്നെ. 2.2 മീറ്റർ ഉള്ള DNA. Is that possible? അല്ലേ? നമ്മളെ കംപ്ലീറ്റ് DNA, നമ്മളെ കംപ്ലീറ്റ്, അത് ഒരു സെല്ലിലുള്ള DNA ആണ് 2.2 meters എന്ന് പറഞ്ഞത്. നമ്മളെ കംപ്ലീറ്റ് DNA ബേസ് പേസ്, നമ്മളെ കംപ്ലീറ്റ് DNA ഇങ്ങനെ വരിക്കി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കാന്ന് അറിഞ്ഞൂടാ. നമുക്ക് സൂര്യനിൽ പോയിട്ട് ചന്ദ്രനിൽ പോയിട്ട് 3 തവണ എങ്ങാനും പോയി വരാൻ പറ്റുന്ന അത്രയും ദൂരം ഉണ്ടാവും എന്നാ പറയാം. യെസ്, ഓക്കെ. അപ്പൊ അത് എങ്ങനെ, അത്രയും വലിയ DNA എങ്ങനെയാണ് പാക്ക് ചെയ്ത് ചുരുട്ടി മടക്കി വെച്ചേക്കുന്നത്? അതാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് പാക്കേജിങ് ഓഫ് DNA. ഇൻ പ്രോകാരിയോട്സിലും യുക്കാരിയോട്സിലും പാക്കേജിങ് കുറച്ച് വ്യത്യാസമുണ്ട്. പ്രോകാരിയോട്സിന്റെ പ്രത്യേകത എന്താ? പ്രോകാരിയോട്സ് ആർ ദോസ് ഓർഗാനിസം ദാറ്റ് ഡസന്റ് ഹാവ് എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്, റൈറ്റ്? ന്യൂക്ലിയസ് ഇല്ലാത്ത ആൾക്കാരാണ്, ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ലാത്ത ആൾക്കാരാണ് പ്രോകാരിയോട്സ്. അപ്പോൾ പിന്നെ അവരുടെ സെല്ലിൽ കംപ്ലീറ്റ് DNA ഇങ്ങനെ ഡിസ്പേഴ്സ് ആയിട്ടിരിക്കുകയാണോ? നെവർ, അല്ല. എങ്ങനെയാണെന്നറിയോ? DNA is not scattered. It is not scattered throughout the cell. സെല്ല് ത്രൂ ഔട്ട് ആയിട്ട് സ്കാറ്റേഡ് ആയിട്ട് കിടക്കുകയല്ല. But instead of that, DNA be negatively charged, and we know that DNA is negatively charged. നിങ്ങൾക്ക് അറിയായിരുന്നോ? DNA നെഗറ്റീവ് ചാർജ് ആണ് കേട്ടോ. ഓക്കെ, DNAക്ക് ആ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇല്ലേ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ് DNAക്ക് ആ ഒരു നെഗറ്റീവ് ചാർജ് കൊടുക്കുന്നത്. ഫോസ്ഫേറ്റ്, ഇതാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് തമ്മിൽ കണക്ട് ചെയ്താണല്ലോ പോകുന്നത്. സോ ഇതിന് എന്തുണ്ട്? നെഗറ്റീവ് ചാർജ് ഉണ്ട്. സോ DNA is having a negative charge, and there are some proteins that are having a positive charge. പോസിറ്റീവ് ചാർജ് പ്രോട്ടീൻസ് ഉണ്ട്. ഈ പ്രോട്ടീനിന്റെ ചാർജ് ഡിറ്റർമൈൻ ചെയ്യുന്നത് പ്രോട്ടീൻ എന്തുകൊണ്ട് ഉണ്ടാക്കി എന്ന് നോക്കിയിട്ടാണ്. ഓക്കെ, പ്രോട്ടീൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? അമിനോ ആസിഡുകൾ കൊണ്ട്. അമിനോ ആസിഡ്, there are 20 അമിനോ ആസിഡ്സ്, ഗ്ലൈസിൻ, അലനൈൻ, വാലൈൻ, ല്യൂസിൻ, ഐസോലൂസിൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ 20 അമിനോ ആസിഡ്സ് ഉണ്ട്. നിങ്ങൾ അധികം കോംപ്ലിക്കേറ്റഡ് ആവരുത്, ഇത്രയും മാത്രം ശ്രദ്ധിക്കുക. ഇത്രയും 20 അമിനോ ആസിഡുകളിൽ ചില അമിനോ ആസിഡുകൾ പോസിറ്റീവ് അമിനോ ആസിഡ് ആണ്, അവർക്ക് പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഈ പോസിറ്റീവ് അമിനോ ആസിഡ് കൂടുതലുള്ള പോസിറ്റീവ് അമിനോ ആസിഡുകൾ കൂടുതലുള്ള പ്രോട്ടീൻ ആണെങ്കിൽ, അത് വെച്ചിട്ടാണ് നമ്മൾ പ്രോട്ടീൻ കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ അഫ്കോഴ്സ് പ്രോട്ടീൻ എന്ത് ചാർജ് ആയിരിക്കും? പോസിറ്റീവ് ആയിരിക്കും, അല്ലേടാ? പോസിറ്റീവ് ആയിരിക്കും. സോ ആ പോസിറ്റീവ് ആയിട്ടുള്ള ചില പ്രോട്ടീൻസും ഈ നെഗറ്റീവായിട്ടുള്ള നമ്മളെ എൻറ്റയർ DNA തമ്മിലൊരു അട്രാക്ഷൻ ഇല്ലേ, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. അതാണ് നമ്മൾ ഈ ഒരു പാക്കേജിങ്ങിന് അടിത്തറ എന്ന് പറയുന്നത്. സോ ബി നെഗറ്റീവ്ലി ചാർജ്ഡ്, ഇറ്റ് ഇസ് ഹെൽഡ് വിത്ത് സം proteins and that have positive charges in a region termed as nucleoid. ന്യൂക്ലിയസ് ഇല്ല, പ്രോകാരിയോട്സിന് ന്യൂക്ലിയസ് ഇല്ല. പക്ഷേ ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻസ് അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു റീജൻ, ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്ന ആ ഒരു റീജനിലായിരിക്കും ഈ ഒരു അസോസിയേഷൻ കാണാൻ പറ്റും. The DNA in the nucleoid is organized in large loop held by protein. ഈ പ്രോട്ടീനുകളും DNAയും തമ്മിൽ ചുറ്റിപ്പഴഞ്ഞ് പാക്കേജ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ആ ഒരു റീജൻ ആണ് ന്യൂക്ലിയോയിഡ്. ഇൻ കേസ് ഓഫ് പ്രോകാരിയോട്സ്, ബിക്കോസ് they doesn't have a well defined nucleus. Okay, but it is not
നോട്ട് ദ കേസ് ഓഫ് യൂകാരിയോട്സ്. യൂകാരിയോട്സിൽ എന്തുണ്ട്? ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ. സോ ഇൻ യൂകാരിയോട്സ് ദർ ഇസ് എ സെറ്റ് ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് ബേസിക് പ്രോട്ടീൻസ്. ഒരു സെറ്റ് പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻസ് ഉണ്ട്. ന്യൂക്ലിയസിനകത്താണ് ഈ പാക്കേജിങ് നടക്കുന്നത് യൂകാരിയോട്സിൽ. ആ ഒരു പ്രോട്ടീൻസിനെ നമുക്ക് എന്ത് വിളിക്കാം മക്കളെ? ഹിസ്റ്റോൺസ് എന്ന് വിളിക്കാം. They can be called as histones. Histones, മറക്കരുത്, histones are the positively charged basic proteins present in the nucleus that is responsible for the packaging of DNA. Okay, histones ആണ് ആ ഒരു positively charged proteins, and histones are rich in the basic amino acid residues. Basic എന്ന് പറയുന്നത് അസിഡിക് ഉണ്ട്, ബേസിക് ഉണ്ട്. ബേസിക് കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ടാണ് അതിന് പോസിറ്റീവ് ചാർജ് കിട്ടിയത്. അതൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സിലാണ് പഠിക്കുക. ഇപ്പം നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കി വെക്കുക. അമിനോ ആസിഡുകൾ ചിലത് ബേസിക് ആയിരിക്കും, അവർക്ക് ചില പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജുള്ള അമിനോ ആസിഡും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഈ പോസിറ്റീവ് ചാർജുള്ള അമിനോ ആസിഡുകൾ ഇങ്ങനെ കൂട്ടി വെച്ച് ഉണ്ടാക്കുന്ന പ്രോട്ടീനിന് എന്ത് ചാർജ് ആയിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ആ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടീൻസിനെയാണ് നമ്മൾ ഹിസ്റ്റോൺ എന്ന് പറയുന്നത്. ആ പോസിറ്റീവ് ചാർജുള്ള അമിനോ ആസിഡുകളില്ലേ, അതിന് 2 എക്സാമ്പിൾ ആണ് നമ്മൾ ലൈസിൻ, ആർജിനിൻ ഒക്കെ പറഞ്ഞത്. ഓക്കെ, both the amino acid residues carry positive charges in their side chains. അവരുടെ സൈഡ് ചെയിനിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട് അവർക്ക്. Histones are organized to form a unit of 8 molecules. Histone octamer എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഓക്കെ, എന്താണ് ഹിസ്റ്റോൺ മോളിക്യൂൾ? എത്ര ഹിസ്റ്റോൺ ഉണ്ട് നിങ്ങൾക്ക് അറിയോ? ഹിസ്റ്റോൺ H1 ഉണ്ട്, H2A, H2B, H3, H4, അങ്ങനെ 5 തരം, 5 തരം DNA പാക്കേജിങ്ങിന് 5 തരം ഹിസ്റ്റോൺസ് ഉണ്ട്. ഇവരിൽ 4 പേരായിട്ട് ഹിസ്റ്റോൺ ഒക്ടോമർ ഉണ്ടാവും. കാണിച്ചു തരാം, ഡോണ്ട് വറി. ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഇതൊന്നും നിങ്ങൾ പഠിക്കണ്ട. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആ ചിത്രത്തിൽ H1 എന്ന് മെൻഷൻ ചെയ്തത് കൊണ്ട് അവിടെ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. H2A, H2B, H3 ആൻഡ് H4, ഇങ്ങനെ 5 ഹിസ്റ്റോൺസ് ആണ് ഉള്ളത് മക്കളെ. അതിൽ ഈ H1 ഇവർ കൂട്ടൂല, ഇവരൊരു സെറ്റാ. അതിൽ H2A, H2A, H2B, H2B, ഇപ്പുറത്ത് അതിൻ്റെ ബാക്ക് സൈഡിലാണ് ഉള്ളത് H3, അതിൻ്റെ താഴെ H3 ഉണ്ട്, H4. ഇതാ 1, 2, 3, 4, 5, 6, 7, അതിൻ്റെ അപ്പുറത്തൊന്നുണ്ട് 8. നിങ്ങളൊരു 3D സ്ട്രക്ചർ ആലോചിക്കുക. 3Dയിലൊന്നും വരയ്ക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാടാ. ഓക്കെ, സോ ഇങ്ങനെ ആലോചിക്കാം. അപ്പൊ എന്തായി? ഒക്ടാമർ ആയില്ലേ? ഒക്ട എന്ന് പറഞ്ഞാൽ എത്രയാ? 8 എന്നുള്ള അർത്ഥമല്ലേ ഒക്ടാമർ. ഹിസ്റ്റോൺ ഒക്ടാമർ, ഇതാണ് ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ. ഇതാ ഇവിടെ നോക്കിക്കേ, ഈ ഒരു പച്ച ഉണ്ട പോലെ കാണിച്ചിട്ടില്ലേ, അത് ഈ ഹിസ്റ്റോൺ ഒക്ടാമറിനെ ഒന്നിച്ച് നിങ്ങൾക്കായിട്ട് കാണിച്ചതാ. നിങ്ങൾ ഇങ്ങനെ മറ്റേ പോലെ ഒന്നും വരയ്ക്കണം, നിങ്ങൾ ഇങ്ങനെ വരച്ചാൽ മതി. ദർ ഇസ് ഹിസ്റ്റോൺ ഒക്ടാമർ, 8 ഹിസ്റ്റോൺ മോളിക്യൂൾസ് അവർ ഓർഗനൈസ് ചെയ്തിട്ട് ഹിസ്റ്റോൺ ഒക്ടാമർ ഫോം ചെയ്തു. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കാനാണ് ഞാൻ ഈ H1 പറഞ്ഞത്. ഈ H1 പുറത്താണ്, ഈ ഹിസ്റ്റോൺ ഒക്ടാമറിൽ വരുന്നതല്ല H1 ഹിസ്റ്റോൺ. ഓക്കെ, ഇനി ഇവിടെ ഹിസ്റ്റോൺ വന്നു, അപ്പോൾ ഹിസ്റ്റോൺ ഒക്ടാമർ ഏതാന്നുള്ള ഡൗട്ട് ഉണ്ടാവാതിരിക്കാൻ പറഞ്ഞതാണ്. ഇവരൊരു സെറ്റ് ഹിസ്റ്റോൺ ഒക്ടാമർ. ഈ ഹിസ്റ്റോൺ ഒക്ടാമറിന്റെ ചുറ്റിലും DNA ഇങ്ങനെ ചുറ്റും. ഓക്കെ, DNA എങ്ങനെയാണ് ഈ DNA ചുറ്റി ക്രോമോസോം ആവുന്നതെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഓക്കെ, DNA ഒരു നൂലാണ്, അത് ഒരു ചുറ്റി ഇങ്ങനെ ഒരു ചുറ്റി. ഓക്കെ, ദാ ഒരു കംപ്ലീറ്റ് ചുറ്റും ഒരു 3/4 ഭാഗവും ചുറ്റിയിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് അവിടെ ഒരു മുത്ത് അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് വെക്കും. അതാണ് ഹിസ്റ്റോൺ 1, H1. ഓക്കെ, ഇനി തൊട്ടടുത്തതും ഇങ്ങനെ ചുറ്റും. അങ്ങനെ ഓരോ മുത്തിൽ ഇങ്ങനെ ചുറ്റി ബീഡ്സ് ഓൺ എ സ്ട്രിങ് അറേഞ്ച്മെന്റ്. ഒരു നൂലില് മുത്ത് ഇങ്ങനെ കുടുക്കി വെച്ച പോലെയുള്ള ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാവും. എങ്ങനെയാണ്? ദാ ഇതൊരു ഹിസ്റ്റോൺ ഒക്ടാമർ, ഇതൊരു ഹിസ്റ്റോൺ ഒക്ടാമർ. എന്നിട്ട് നമ്മളെ DNA ഏത് കളറിൽ എടുക്കണം? നീല. നമ്മളെ DNA ഇങ്ങനെ വന്ന് ഇങ്ങനെ ചുറ്റി, അതിനപ്പുറത്തൂടി പോയതാണ് ഇപ്പം ആ കാണിച്ചത്. എന്നിട്ട് ഇങ്ങനെ വന്ന് ചുറ്റി പോയി, ഇങ്ങനെ ചുറ്റി. അതിനിടയ്ക്കൊക്കെ ഇവിടെ ഇടയിൽ ആരെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്? നമ്മൾ H1 കൊടുത്തിട്ടുണ്ട് അല്ലേ? H1 ഹിസ്റ്റോൺ. ഇങ്ങനെ ചുറ്റി ഇതുവരെ പോയിട്ട് നോക്കിയ ഒരു മാലയിൽ ഒരു മുത്ത് കോർത്ത പോലെ ഇല്ലേ? ബീഡ്സ് ഓൺ എ സ്ട്രിങ് അറേഞ്ച്മെന്റ്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, മുത്ത് പോലെ കൊടുത്താണ്ടോ DNA ചുറ്റി വെച്ചേക്കുന്നത്. ഇങ്ങനെയാണ് ചുറ്റുന്നത്. ഓക്കെ,
histone-octamer, and the negatively charged DNA is wrapped around the positively charged histone-octamer to form a structure called nucleosome. നമ്മൾ ഈ വരച്ചേക്കുന്ന ഈ സ്ട്രക്ചർ ഇല്ലേ, this is nothing but the nucleosome. Core histone molecule, ഇതാണ് core histone molecule, and this entirely we can call it as a nucleosome. nucleosome. Okay, nucleosome മറക്കരുത്, chromosome, nucleosome എല്ലാം കൂടി അവിയൽ പോലെ ആവരുത്. This is nucleosome. Okay. A typical nucleosome contains 200 base pairs of DNA helix. എത്ര ബേസ് പെയർ? 200. ഇങ്ങനെ ഒരു ചുറ്റി വരുമ്പോഴേക്കും ഒരു 200 ബേസ് പെയർ അതിൽ പോയിട്ടുണ്ടാവും. അങ്ങനെ ചുറ്റി നമുക്ക് ആ ഒരു 2.2 മീറ്റേഴ്സ് അങ്ങനെ കുറെ ചുറ്റി എടുത്തൂടെ? അത്രയേ ഉള്ളൂ. 200 ബേസ് പെയർ വരെ ഒരു ടിപ്പിക്കൽ ന്യൂക്ലിയോസോമിൽ പോകും. Nucleosomes constitute the chromatin thread-like stained colored bodies. അതായത് ക്രോമാറ്റിൻ എന്ന് പറയുന്നത് thread like stained or colored bodies ആണ്. stained colored bodies. ക്രോമാറ്റിൻ എന്താ? ഇറ്റ്സ് നത്തിങ് ബട്ട് എ ക്രോമോസോം. ക്രോമോസോം ലൂസ്ലി അറേഞ്ച് ചെയ്തതിനെയാണ് നമ്മൾ ക്രോമാറ്റിൻ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു ന്യൂക്ലിയസിനെ മുറിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റിയെങ്കിൽ നൂല് പോലെ ഉള്ളതായിരിക്കും. അതിന്റെ ഡിവിഷൻ ഫേസിലാണ് നമുക്ക് ക്രോമോസോം പോലെ കാണാൻ പറ്റുക. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ക്ലാസ്സിൽ പറയുന്നതാണ് അല്ലേ, നമ്മുടെ ജനറ്റിക്സിന്റെ ക്ലാസ് ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. സോ ഈ ക്രോമോസോം കളേർഡ് ബോഡീസ് ആണ്. അതായത് സ്റ്റെയിനിങ് ചെയ്യുമ്പോൾ ആദ്യം കളർ പിടിക്കുന്നത് ഇവർക്കാണ്. സോ അതിനെയാണ്, അതുകൊണ്ട് ഈ ക്രോമോസോമിന്റെ വേർഡ് മീനിങ് തന്നെ പറയുന്നത് കളേർഡ് ബോഡീസ് എന്നാണ്. ക്രോമോസോം വേർഡ് മീനിങ് കളേർഡ് ബോഡീസ് ആണ്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പേര് വന്നത്. സോ ദേ ആർ ത്രെഡ് ലൈക്ക് സ്റ്റെയിൻഡ് കളേർഡ് ബോഡീസ് സീൻ ഇൻ ന്യൂക്ലിയസിൽ കാണുന്നത്. ആൻഡ് ദ ന്യൂക്ലിയോസോം ഇൻ ക്രോമാറ്റിൻ ആർ സീൻ ആസ് ബീഡ്സ് ഓൺ സ്ട്രിംഗ് സ്ട്രക്ചർ. ഈ ഒരു വേർഡ് നിങ്ങൾ മറക്കരുത്. നിങ്ങൾ ഇതിപ്പോൾ പുതിയതായിട്ട് പഠിക്കുന്ന ബീഡ്സ് ഓൺ സ്ട്രിംഗ് സ്ട്രക്ചർ. ഏതൊക്കെ? ഹിസ്റ്റോണോക്ടാമർ, ന്യൂക്ലിയോസോം, ബീഡ്സ് ഓൺ സ്ട്രിംഗ് സ്ട്രക്ചർ, ലൈസിൻ, ആർജിൻ, പോസിറ്റീവ് പ്രോട്ടീൻസ്. ഓക്കെ, ഇനി ഇത്ര മാത്രം മതിയോ പാക്കേജിങ്? അത്ര മാത്രം പോരാ. 2.2 മീറ്റർ ചുറ്റി വെക്കാനുണ്ട് അല്ലേ, അപ്പൊ അത്രയും പോരാ. The beads on string structure of chromatin is packaged to form chromatin fibers. അതാണ് chromatin fiber ആയിട്ട് പാക്കേജ് ചെയ്യുന്നത്. That are further coiled and condensed. Further coiling and further condensation എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുരുക്കുകയാണ്. പിന്നെയും ചുറ്റി പിന്നെയും കണ്ടൻസ് ചെയ്തിട്ട് ആരായി മാറും? അറ്റ് ദ മെറ്റാഫേസ് സ്റ്റേജ് ഓഫ് എ സെൽ. മെറ്റാഫേസ് സ്റ്റേജ്, പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്, ദീസ് ആർ ദ സ്റ്റേജസ് പ്രസന്റ് ഇൻ ദി ഡിവിഷൻ സ്റ്റേജ് ഓഫ് എ സെൽ അല്ലേ. നമ്മള് പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് ഒക്കെ എപ്പോഴാണ് വരുന്നത്? നമ്മൾ മൈറ്റോസിസ്, മിയോസിസ് ഒക്കെ പഠിക്കുമ്പോഴല്ലേ. അതായത് സെല്ല് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത്, ആ സമയത്ത് മാത്രം ഇവരിങ്ങനെ ചുറ്റാൻ പോകും. അല്ലാത്തപ്പം ക്രോമാറ്റിൻ ഫൈബർ പോലെ ആ മെറ്റാഫേസ് സ്റ്റേജ് സെല്ല് ഡിവൈഡ് ചെയ്യണം എന്നുള്ള കണ്ടീഷൻ വരുമ്പം ഇവർ ചുറ്റും, പെട്ടെന്ന് ചുറ്റും. ദേ ആർ ഫർദർ കോയിൽഡ് ആൻഡ് കണ്ടൻസ്ഡ് ആൻഡ് ടു ഫോം എ ക്രോമോസോം ആവും. ഓക്കെ, the packaging of chromatin at higher level requires additional set of proteins. ഇനി ഈ ന്യൂക്ലിയോസോം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹിസ്റ്റോൺ വേണം. ഇനി അവരെയും പിന്നെയും ചുറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും പ്രോട്ടീൻ വേണോടാ, വീണ്ടും വേണം പ്രോട്ടീൻ. അവരെയാണ് അഡീഷണൽ സെറ്റ് ഓഫ് പ്രോട്ടീൻസ് ആർ കോൾഡ് നോൺ ഹിസ്റ്റോൺ ക്രോമോസോമൽ പ്രോട്ടീൻസ്. സിമ്പിൾ. നേരത്തെ ഹിസ്റ്റോൺ പ്രോട്ടീൻസ്, അവരല്ലാത്ത പ്രോട്ടീൻ നോൺ ഹിസ്റ്റോൺ ക്രോമോസോമൽ പ്രോട്ടീൻസ്. ഓക്കെ, in a typical nucleus some region of chromatin are loosely packed. ഒരു ടിപ്പിക്കൽ ന്യൂക്ലിയസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്ഥലത്തും നമ്മൾ യൂണിഫോം ആയിട്ട് പാക്ക് ചെയ്ത് ആൾക്കാരെല്ലാം കാണാൻ പറ്റുക. at some sites that will be more tightly packed, at some sites they will be loosely packed. Okay, ചില സ്ഥലത്ത് ഇവർ ഭയങ്കര ടൈറ്റ് ആയിട്ടും ചില സ്ഥലത്ത് കുറച്ച് ലൂസായിട്ടും ആയിരിക്കും ചുറ്റിയിട്ടുണ്ടാവുക. ഓക്കെ, അതിവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണേ. Some regions of chromatin are loosely packed and അവരെ സ്റ്റെയിനിങ് നടത്തുമ്പം അവർ ലൈറ്റ്ലി സ്റ്റെയിൻഡ്. കുറച്ച് ലൂസാക്കിയിട്ട് ഉണ്ടാക്കിയ സ്ഥലത്ത് സ്റ്റെയിനിങ് നടക്കുമ്പം അത്ര ഡാർക്ക് സ്റ്റെയിൻ ഒന്നും കാണൂല, കുറച്ച് ലൈറ്റ് സ്റ്റെയിനിങ് ആയിരിക്കും. ഇനി ചുറ്റി നല്ലപോലെ ചുറ്റി വെച്ചേക്കുന്ന സ്ഥലത്ത് ഭയങ്കര ഡാർക്ക് സ്റ്റെയിൻ ആയിരിക്കും. കാരണം എന്താ? അവിടെ ഡെൻസ് ആയിട്ട് നിൽക്കുകയാണ് അവർ. ഓക്കെ, അങ്ങനെ ഈ ലൂസ്ലി പാക്ഡ് സ്ഥലത്തിന് നമ്മൾ യൂക്രോമാറ്റിൻ എന്നും ഡെൻസ്ലി പാക്ഡ് നമ്മൾ ഹെറ്ററോക്രോമാറ്റിൻ എന്നും പറയും. ദി ക്രോമാറ്റിൻ ദാറ്റ് ഇസ് മോർ ഡെൻസ്ലി പാക്ഡ് that will stains dark. വളരെ ഡെൻസ്ലി പാക്ഡ് ആയിട്ട് ചുറ്റി വെച്ചേക്കുന്നതിനെ, ഭയങ്കര കട്ടിക്ക് ചുറ്റി വെച്ചേക്കുന്ന
ഭയങ്കര ഡെൻസ്ലി ഡാർക്ക്ലി സ്റ്റെയിൻഡ് ആയിരിക്കും, അവരാണ് ഹെറ്ററോക്രോമാറ്റിൻ. ഇനി ഈ യൂക്രോമാറ്റിൻ എന്താ, ഹെറ്ററോക്രോമാറ്റിൻ എന്താന്ന് ചോദിച്ചാലോ, യൂക്രോമാറ്റിൻ ആർ ദ റീജൻസ് ഓഫ് ക്രോമാറ്റിൻ വേർ the DNA is loosely packed, euchromatin, and it stains lightly staining ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. Heterochromatin are the regions where the chromosomes are tightly packed, ഭയങ്കര tightly packed and darkly stained. Okay, densely packed and darkly stained അങ്ങനെയും പറയാം, അതാ എളുപ്പം. DD. Okay, ഇവിടെ L loosely packed, lightly stained, densely packed, darkly stained. Okay, ഹെറ്ററോക്രോമാറ്റിന് യൂക്രോമാറ്റിന്. ഇവിടെ ട്രാൻസ്ക്രിപ്ഷണലി ഇനാക്റ്റീവ് ആൻഡ് ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞോട്ടെ. ഈ ഡി എൻ എന്നൊക്കെ എണ്ണ എന്താ, നമ്മളെ ഇൻഫോർമേഷൻ എടുത്തു വെച്ചേക്കുന്ന ആൾക്കാർ. ഇവർ പോയിട്ട് അവിടെ പോയി എന്തെങ്കിലും ചെയ്താലേ സംഭവം നടക്കുള്ളൂ, സെല്ലിൻ്റെ എന്തെങ്കിലും പ്രവർത്തനം. ഇവരെ ഇങ്ങനെ ചുറ്റി കെട്ടി വെച്ചേക്കുവാണെങ്കിൽ ഇവർക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങളെ 4 ഫ്രണ്ട്സിനെ ഒന്നിച്ച് കയറിട്ട് ചുറ്റി കെട്ടി വെച്ചു. ഒരാളോട് പോയി ചോക്കെടുത്ത് വരാൻ പറഞ്ഞാൽ അയാൾക്ക് ആ കയറ് കെട്ടിവെച്ച് പോകാൻ പറ്റുമോ? അയാൾക്ക് അവിടെ നിന്ന് അനങ്ങാൻ പറ്റുമോ? എല്ലാവരും കൂടി ടൈറ്റ്ലി കെട്ടി വെച്ചേക്കുക. നേരെ മറിച്ച് ഭയങ്കര ലൂസാക്കിയിട്ട് നിങ്ങളെല്ലാവരെയും ഒരു കയറിൽ അവിടെയും ഇവിടെ കയ്യൊക്കെ കെട്ടി വെച്ചേക്കുക. ഒരാൾക്ക് പോയി എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അയാൾ പോയി മെല്ലെ പോയി കണ്ട് എടുത്തു വരും. ഓക്കെ, അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക. ലൂസ്ലി പാക്ഡ് ആണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു ഫ്രീഡം ഉണ്ട്. അപ്പോൾ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റും. ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് ആയിരിക്കും, ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യാൻ പറ്റും. അതായത് RNA ഉണ്ടാക്കാൻ പറ്റും, പ്രോട്ടീനും ഉണ്ടാക്കാൻ പറ്റും. സെൻട്രൽ ഡോഗ്മ DNA-യിൽ നിന്നും RNA, RNA-യിൽ നിന്നും പ്രോട്ടീൻ. സോ ലൂസ്ലി പാക്ഡ് ആണെങ്കിൽ അവർ ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് ആയിരിക്കും. ഡെൻസ്ലി പാക്ഡ് ഭയങ്കര ടൈറ്റ്ലി കോയിൽഡ് ആണ്, ഡാർക്ക്ലി സ്റ്റെയിനിങ് ആണ്, അവർക്ക് ഒന്നിനും പറ്റില്ല. ദേ വിൽ ബി ട്രാൻസ്ക്രിപ്ഷണലി ഇനാക്റ്റീവ്. So there are 2 regions in a chromosome, the euchromatin regions and heterochromatin regions. Euchromatin is loosely packed and lightly stained and it is transcriptionally active. Heterochromatin is densely packed and it is darkly stained and it is transcriptionally inactive. അത് നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് euchromatin is loosely packed and lightly stained and it is transcriptionally active. Heterochromatin is densely packed and darkly stained and it is transcriptionally inactive. ELLA HDDI high DD എന്നോ ഈ HYU അടുപ്പിച്ച് ചെയ്തിട്ടേ high DD എന്നോ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു നോക്കാം. See, anything is better than nothing. നമ്മൾ എന്തെങ്കിലും ഒന്നൊരു ഫ്ലോയിൽ വായിച്ചു പോയിട്ട് പിന്നെ അത് മറന്നു പോകുന്നതിനേക്കാളും നല്ലതല്ലേ എന്ത് കോഡായിക്കോട്ടെ, എന്ത് കോമഡി കോഡും ആയിക്കോട്ടെ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന, നിങ്ങൾക്ക് അറിയുന്ന, നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ഒരു കോഡ് പഠിച്ചു പോവാം. അപ്പോൾ നിങ്ങളാണ് എഴുതേണ്ടത്, നിങ്ങൾക്കാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ അതെപ്പോഴും ഓർത്തിരിക്കണം. ഇനി മാരക കോഡൊക്കെ പോയി പഠിച്ചു പോയിട്ട് ലാസ്റ്റ് ആ കോഡ് മറന്നു പോകരുത്. ഓക്കെ, സോ എന്തൊക്കെയാ ആ ഒരു സെഷനിൽ നമ്മൾ എന്തൊക്കെയാ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചത്? ഹിസ്റ്റോൺ പ്രോട്ടീൻ, നോൺ ഹിസ്റ്റോൺ ക്രോമോസോമൽ പ്രോട്ടീൻ, യൂക്രോമാറ്റിൻ ആൻഡ് ഹെറ്ററോക്രോമാറ്റിൻ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് നോക്കണം. ഓക്കെ, സോ അപ്പോൾ അത്രയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾ മറക്കാതെ കാണാൻ നോക്കുക. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കട്ടോ, നമുക്കിതൊക്കെ പഠിച്ചെടുക്കണ്ടേ? ഓക്കെ, സെറ്റാക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.